എല്ലാവർക്കും നമസ്കാരം. പ്രചോദന ബുക്ക് ക്ലബിന്റെ 57ാമത്തെ ബുക്ക് 2026 ഫസ്റ്റ് ഡിസ്കഷൻ ആണ്. ഒരു സൈലന്റ് പ്രയറോട് കൂടി നമുക്ക് ആരംഭിക്കാം. ഫിഫ്റ്റി സിക്സ്ത് ബുക്ക് ഡോപ്പാമിൻ നേഷൻ എന്നുള്ളതായിരുന്നു. ഇന്നത്തെ ഒരു കാലഘട്ടത്തില് നമ്മൾ ആ ഒരു ഈസി ആയിട്ട് കിട്ടുന്ന ഗ്രാറ്റിഫിക്കേഷന്റെ പിന്നാലെ, അത് റീൽസ് ആയിക്കോട്ടെ, ഡ്രഗ്സ് ആയിക്കോട്ടെ, വ്യക്തികളോടായിക്കോട്ടെ, അതായിരുന്നു നമ്മൾ 56th ബുക്കിലെ ഡിസ്കഷനിൽ അവസാനം പറഞ്ഞു നിർത്തിയത്. നമ്മുടെ ഓരോ ദിവസത്തെയും ഡിസിഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതായിരുന്നു. നമ്മൾ ബെറ്റർ ഡിസിഷൻ മേക്കേഴ്സ് ആവുക, സോ ദാറ്റ് ഫ്യൂയർ റിഗ്രറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ 57ാമത്തെ ബുക്ക്. ഈ ബുക്ക് നമ്മൾ എടുത്ത് ഇതില് ജിനി ചേച്ചി ആയാലും എലിസബത്ത് ആണെങ്കിലും സിന്ധു മാം ആണെങ്കിലും വളരെ അതിന്റെ കോർ എസെൻസ് നമ്മളിലേക്ക് ഓഡിയോ രൂപത്തില് കൃത്യതയോടെ എത്തിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും ഡിസംബർ മാസത്തിൽ ഒരുപാട് തിരക്കും ന്യൂ ഇയർ വൈബും ഫെസ്റ്റിവൽ മൂഡിലും ഒക്കെ ആയിരുന്നു. എന്നിരുന്നാലും ഇനിയാണെങ്കിലും ഈ എല്ലാവരും ചെയ്തു വെച്ചിരിക്കുന്ന ഓഡിയോസ് നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം എന്നുള്ളതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. ഇനി 2026 നമ്മൾക്കൊരു കൊച്ചു ടാലന്റ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ഒരു പ്രായത്തില് ബെറ്റർ ഡിസിഷൻസ് ഫ്യൂർ റിഗ്രറ്റ്സ് എന്ന ബുക്കിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു അച്ചീവ്മെന്റ് നേടിയിട്ടുള്ള ഒരു കുട്ടിയാണ് നമ്മളോട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാടധികം ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. ആ ഡിസ്ട്രാക്ഷൻസ് എല്ലാം നമ്മൾക്ക് അത് ചൂസ് ചെയ്യണോ, അത് വേണോ, അത് വേണ്ടയോ, എങ്ങനെ നമ്മൾ തീരുമാനമെടുക്കും? അങ്ങനെ തീരുമാനമെടുത്ത് നാഷണൽ സ്കൂൾ ലെവൽ കോമ്പറ്റീഷനിൽ സ്വിമ്മിങ്ങില് ഗോൾഡ് മെഡൽ, അത് 200-ലും 400 ഫ്രീ സ്റ്റൈലില് സിൽവർ മെഡലും, റിലേയില് 4x100 മീറ്റർ റിലേയില് ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാണ് ഇന്ദ്രാണി. അപ്പോ ഇന്ദ്രാണിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്ദ്രാണിക്ക് ഒരു ഐഡിയ കിട്ടണമല്ലോ, ഈ ബുക്ക് എന്താണ് ഇന്നത്തെ ദിവസം എന്നെ ഇവിടെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുള്ള പിന്നിലുള്ള റീസൺ എന്നുള്ളത് മോൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിന്റെ ആദ്യത്തെ പോർഷൻ വായിച്ച് രഞ്ജിന ചേച്ചിയിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഇന്ദ്രാണി ഈ ബുക്കിന്റെ ഒരു ഔട്ട്ലൈൻ, ആ ഒരു ഇൻട്രൊഡക്ഷനിൽ നിന്ന് ഇന്ദ്രാണിക്ക് കിട്ടും. എന്നിട്ട് ഇന്ദ്രാണി നമ്മളുമായിട്ട് ഇന്ദ്രാണിയുടെ ജേർണി ഒന്ന് നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതായിരിക്കും. ആൻഡ് ഓവർ ടു രഞ്ജിനി ചേച്ചി. താങ്ക് യു ഉഷ. എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ ഒരു ബുക്ക് റീഡിങ് എന്നുള്ള ജേർണിയില് ഒരു മൈൽ സ്റ്റോൺ തന്നെ ആക്കാവുന്ന ഒരു പുസ്തകമാണ് ബെറ്റർ ഡിസിഷൻസ് ഫ്യൂർ റിഗ്രറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഈ ചാപ്റ്റർ, ഈ ഒരു ടൈം ഓഫ് ദ ഇയർ, നമ്മൾ ന്യൂ ഇയർ റെസൊല്യൂഷൻസും ന്യൂ ഇയർ എന്താ പറയുക, പുതിയ കാൽവയ്പ്പുകൾക്ക്, ആ ചുവടുവയ്പ്പുകളൊക്കെ വെക്കുന്ന സമയത്ത് വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ബുക്ക് ഞാൻ വാങ്ങിച്ചിട്ടില്ല, ഞാൻ എൻ്റെ പോർഷൻ പ്രിന്റ് ഔട്ട് എടുക്കുകയായിരുന്നു. അപ്പൊ ഇത് വായിച്ചപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആശയക്കുഴപ്പമാണ് ഉണ്ടായത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയ ടോപ്പിക്കിന്റെ പേര് ആം ഐ ഓണസ്റ്റ് ടു മൈസെൽഫ്. ഇതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ടോപ്പിക്ക്. അപ്പൊ ഇങ്ങനെ ഒരു ഇമോഷൻസിന്റെ ഒരു എന്താ പറയാ, ഒരു റോളർ കോസ്റ്ററിൽ കൂടിയാണ് ഞാൻ ശരിക്കും പോയത് ഇത് വായിച്ചപ്പോഴത്തേക്കും. എനിക്ക് ഈ 5 ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യമാണ് കിട്ടിയിട്ടുള്ളത്, ഇന്റഗ്രിറ്റി ക്വസ്റ്റ്യൻ, ആം ഐ ബീങ് ഓണസ്റ്റ് ടു മൈസെൽഫ്. അതിന്റെ എൻഡില് അതിന്റെ ഡിസിഷനും അദ്ദേഹം തന്നെ പറഞ്ഞു തരുന്നുണ്ട്, ഐ വിൽ നോട്ട് ലൈ ടു മൈസെൽഫ്. ഓക്കെ, ആൻഡ് ഈവൻ ഇഫ് ദ ട്രൂത്ത് മേക്സ് മീ ഫീൽ ബാഡ് ഓർ ഇഫ് ഇറ്റ് ഹേർട്സ് മീ, എങ്കിലും ഞാൻ ബ്രൂട്ടലി ഓണസ്റ്റ് ആവും. അതായത് ഇദ്ദേഹം പറയുന്നത് മറ്റൊന്നുമല്ല, സത്യമേവ ജയതേ ന അനൃതം, സത്യം മാത്രമേ ജയിക്കുള്ളൂ. കളവ്, ഡിസീറ്റ്, ഡിസോണസ്റ്റി, ഇത് അൾട്ടിമേറ്റ്ലി നമ്മളെ ദുഃഖത്തിലേക്ക് ചെന്നെത്തിക്കും. നമ്മൾ റിഗ്രറ്റ്ഫുൾ ഡിസിഷൻസ് നമ്മൾ എടുക്കും. അതിലൊരു 5D അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ കയ്യിൽ പൈസ ഉള്ളപ്പോഴത്തേക്ക് നമുക്ക് ചെലവാക്കാനുള്ള ഒരു ടെൻഡൻസി ആണല്ലോ. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് ഡംപ് പർച്ചേസസ്,
ഒരെണ്ണം പറയുന്നതാണ്. രണ്ടാമത്തെ ഡി എന്ന് പറഞ്ഞാൽ ഡൂംഡ് റിലേഷൻഷിപ്പ്. മോശമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണെന്ന് അറിഞ്ഞുകൊണ്ടും അതിൽ തുടരുക. അതുപോലെ ഡിസ്ട്രക്റ്റീവ് ഹാബിറ്റ്സ്. ചില ഹാബിറ്റ്സ് നമ്മളെ തന്നെ അങ്ങ് ന്യായീകരിക്കുകയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റിക്കാൻ എളുപ്പമുള്ള ആൾ ഞാൻ എന്റെ മിററിൽ കാണുന്ന ആളെയാണ്. അതായത് ഞാൻ എന്നെ തന്നെ പറ്റിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സിലൊക്കെ ചെന്ന് പെടുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞ ബുക്ക് നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ചില ഹാബിറ്റ്സിൽ നിന്ന് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ 30 മിനിറ്റ്സ് ഒരു ഹോൾ ഡേ സോഷ്യൽ മീഡിയ നോക്കുകയുള്ളൂ എന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ മോർ ദാൻ 30 മിനിറ്റ്സ് എടുത്തു പോകും. ഓക്കെ, അപ്പൊ ഈ ഒരു ഡൂം സ്ക്രോളിംഗ് നമ്മൾ ചെയ്യില്ല എന്ന് വീണ്ടും ഒരു തീരുമാനം കൂടി എടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ബുക്ക്. ഇറ്റ് ഡസൻറ്റ് മാറ്റർ വാട്ട് യുവർ പാസ്റ്റ് ഇസ്, ഓൺലി വാട്ട് മാറ്റേഴ്സ് ഇസ് വാട്ട് ഡിസിഷൻ യു മേക്ക് ടുഡേ ഫോർ യുവർ ടുമോറോ. ഇതാണ് ഈ ബുക്കിന്റെ ഒരു ഉള്ളടക്കം. ഇതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറെ അധികം ചോദ്യങ്ങളും അതിന്റെ ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ട് നമ്മൾ വൈ വി ആർ ഡൂയിങ് വാട്ട് വി ആർ ഡൂയിങ്, ജസ്റ്റിഫിക്കേഷൻ ഒന്നുമില്ല. ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്. അപ്പോൾ ഒരു അത്ലറ്റ് ആയിട്ടുള്ള ഒരു ചീഫ് ഗസ്റ്റിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു അത്ലറ്റിന്റെ ലൈഫിൽ എക്സ്ക്യൂസസ് പറഞ്ഞുകൊണ്ടിരിക്കാൻ നേരമില്ല. ബിക്കോസ് ടൈം ഇസ് റണ്ണിങ് ഷോർട്ട്. ആ ടൈമിൽ ബോഡിയെ ട്രെയിൻ ചെയ്യണം, അത്ലറ്റിക് ബോഡി ആക്കണം. നമുക്ക് പുതിയ പുതിയ മേച്ചിൽപ്പുറങ്ങൾ, പുതിയ പുതിയ അവാർഡ്സ് നമുക്ക് വാങ്ങണം, പുതിയ എന്താ പറയുക കോമ്പറ്റീഷൻസിൽ ചേരണം. ഇങ്ങനെയുള്ള ഒരു അത്ലറ്റിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ സംബഡി ഹു ഹാസ് മെയ്ഡ് ഇൻ എ വെരി ടെൻഡർ ഏജ് ഷി ഹാസ് മെയ്ഡ് ദാറ്റ് ഡിസിഷൻ ടു ഡിവോട്ട് ഹെർസെൽഫ് ടു ദാറ്റ് ട്രെയിനിങ്. അപ്പോൾ നമുക്ക് ഹാർദവമായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ അതിഥിയെ. അതോടുകൂടി ഞാൻ എൻ്റെ ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറി ഞാൻ ഉപസംഹരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൻഡ് ഓവർ ടു ഇന്ദ്രാണി. മോളെ, ഞങ്ങളുടെ ഈ ഗ്രൂപ്പ് എന്ന് പറയണത് ഒരു മാസം ഒരു ബുക്ക് എന്നുള്ളൊരു ആശയാണ്. ഇപ്പൊ നമ്മൾ 57ാമത്തെ, കൊറോണയുടെ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പൊ നമ്മൾ 57ാമത്തെ ബുക്കിൽ എത്തി നിൽക്കുന്നു. നൗ ദ പ്ലാറ്റ്ഫോം ഇസ് യോഴ്സ്. Thank you everyone. First of all, thank you Shamai for this opportunity. It's a great opportunity first of all to improve myself. എൻ്റെ ജേർണി എന്ന് പറഞ്ഞാൽ ഞാൻ 1ാം ക്ലാസ് മുതലാണ് സ്വിമ്മിങ് തുടങ്ങിയത്. എന്നെ ടീമിലേക്ക് എടുത്തു. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സ്വിമ്മിങ്ങിലത്തെ ജേർണി തുടങ്ങിയത്. ആദ്യം നല്ല പാടായിരുന്നു. രാവിലെ തന്നെ എണീക്കുക, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോവുക. ഇറ്റ് വാസ് ടഫ് അറ്റ് ഫസ്റ്റ്, ബട്ട് അത് കഴിഞ്ഞിട്ട് എനിക്കത് ശീലമായി. ഇറ്റ് ബിക്കെയിം എ റൊട്ടീൻ. അത് കഴിഞ്ഞിട്ട് ഡിസിപ്ലിൻ ആണ് ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത്. ഡിസിപ്ലിൻ വേണം. കോച്ച് ഞങ്ങളെ പഠിപ്പിച്ച ഡിസിപ്ലിൻ നമ്മളെപ്പോഴും കൊണ്ടു നടക്കണം, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഒന്നും മെഡല് കിട്ടിയില്ല. വിഷമൊക്കെ ആയിരുന്നു. ഒരു ലെവലിലൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് മെഡൽ കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് മെഡൽ കിട്ടി വന്നപ്പോൾ സന്തോഷവും പ്രൗഡ് ഒക്കെ ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗ്രേറ്റ് ടു ഹാവ് ദിസ് ഓപ്പർച്യൂണിറ്റി. അത് കഴിഞ്ഞിട്ട് രാവിലെ 5:30 എണീക്കുക, സ്വിമ്മിങ്ങിന് പോവുക, അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പോവുക, അത് കഴിഞ്ഞിട്ട് 3:30 വരെ സ്കൂള്, അത് കഴിഞ്ഞിട്ട് 3:30 to 5:30 സ്വിമ്മിങ്, അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കുക, വീണ്ടും ഹോംവർക്ക്സ് എല്ലാം ചെയ്യുക. വളരെ ആയിട്ടുള്ള സ്കെഡ്യൂളാണ്. ബട്ട് സ്റ്റിൽ സന്തോഷം തന്നെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് എന്താണെന്ന് നമ്മൾ നോക്കില്ല. നല്ല ജേണിയാണ്. ഡെഫിനറ്റ്ലി. മോള് മറ്റേ ഇന്റർവ്യൂല് കൊടുത്തൊരു ബൈറ്റിലും പറഞ്ഞിട്ടുള്ളതാണ് ദ പവർ ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഈ ഒരു ഏജിൽ നമ്മൾ മനസ്സിലാക്കുക. അതായത് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അതായത് പെയിൻ എന്തായാലും നമുക്കുണ്ട്. പെയിൻ ഓഫ് റിഗ്രറ്റ് നമ്മൾ സഹിക്കണോ, പെയിൻ ഓഫ് ഡിസിപ്ലിൻ സഹിക്കണോ എന്നുള്ളതാണ് നമ്മുടെ ചോയ്സ് എന്നുള്ളത്. അപ്പൊ റിഗ്രറ്റ് അതൊരു ശരിക്കുള്ള ഒരു പെയിനാണ്. അതെ അതെ, അതിനേക്കാളും ഭേദം നമുക്ക് എന്തായാലും പെയിൻ ഓഫ് ഡിസിപ്ലിൻ തന്നെയാണ്. അപ്പൊ തീർച്ചയായും ഇപ്പൊ നമ്മൾ കേരളത്തിലെ റെപ്രസെന്റ് ചെയ്ത് ഒരു ഇന്ത്യൻ ഇതില് വന്നു. ഇനി ഇന്ത്യയുടെ ജേഴ്സി അണിഞ്ഞ് നമുക്ക് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തും പോവാൻ മോൾക്ക് സാധിക്കട്ടെ. തീർച്ചയായിട്ടും. ആലിസ് മാം, മോളുടെ അക്കാഡമിക്സിനെ എങ്ങനെയാ ഇത് ബാധിക്കുക? അക്കാഡമിക്സ് അത് ടഫാണ്. പക്ഷെ ഈ മിസ്സുമാരും ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം നോട്ട്സ് അയക്കും. അപ്പൊ അങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റും ഞങ്ങക്ക്. അതൊരു ബേർഡൻ ആയിട്ട് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, നമ്മളെപ്പോഴും സ്റ്റഡീസ്, എഡ്യൂക്കേഷൻ എല്ലാം കൊണ്ടു നടക്കണം. അത് ബേർഡൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല.
എങ്ങനെയുണ്ട് സ്കൂളും ടീച്ചേഴ്സും അതുപോലെ അവരുടെയൊക്കെ ഒരു അപ്രോച്ച് എങ്ങനെയാണ്? സ്കൂൾ മാനേജ്മെന്റും ടീച്ചേഴ്സും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചെയ്യാൻ. നല്ല സപ്പോർട്ടാണ് അവരെല്ലാം. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാ. എല്ലാവിധ ആശംസകളും. Thank you. Thank you so much. പറഞ്ഞ മാതിരി ഇന്റർനാഷണൽ ഫിഗർ ആയിട്ട് വരട്ടെ. അപ്പോഴും ഞങ്ങളുടെ ബുക്ക് ക്ലബിൽ വന്നിട്ട് Yeah. അല്ല ഞങ്ങളുടെ എന്താ പറയാ ഹ്യൂമൻ ലൈബ്രറിയില് വന്ന് ആ ലൈഫിനെ കുറിച്ചിട്ട് പറയണം. Okay, okay. Thank you. അപ്പോൾ എങ്ങനെയാണ് ഇൻസ്പയർ ചെയ്യണേ? കൂടെയുള്ളവർക്ക് എങ്ങനെയാണ് ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുക? നമ്മുടെ ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ ഉള്ളവർക്ക് ഞങ്ങള് ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പോ മിസ്സുമാരെല്ലാം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയും എങ്ങനെയുണ്ടായി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന പറയും. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവര് തന്നെ മോട്ടിവേറ്റ് ആവും. പിന്നെ ഞങ്ങൾ മെഡൽ മേടിക്കണ കാണുമ്പോ അവർക്കും ഒരു പ്രൗഡ് ഫീലിംഗ്, അതിന്റെ ഒപ്പം മോട്ടിവേഷനും അവർക്ക് കൊടുക്കുന്നുണ്ട്. മതി. അല്ലാതെ മോട്ടിവേഷൻ നമുക്ക് കൊടുക്കാനൊന്നും പറ്റില്ല. നമ്മളെ കണ്ട് നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്താൽ മതി. എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ അവര് മോട്ടിവേറ്റഡ് ആയിക്കോളും. അതെ അതെ. അല്ല, നമ്മുടെ ടൈമേ നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴേ ബാക്കി ഇപ്പൊ ജാനകി ഒരിക്കൽ നമുക്ക് വന്നപ്പോ പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് അല്ലായിരുന്നു? അതായത് ജാനകി ഓംകുമാർ ഡോക്ടർ എന്താ നമ്മുടെ റാസ്പുട്ടിൻ ഫേമസ് ആയ, അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ബ്ലോഗ്സ് ഡാൻസിന് സ്പോർട്സിന് അതിനെല്ലാം ഡിവൈഡ് ചെയ്ത് വരുമ്പോ പിന്നെ നമുക്ക് വെറുതെ കളയാൻ സമയമില്ല. ബാക്കിയുള്ള സമയം പഠിച്ചേ പറ്റൂ. അപ്പൊ നമ്മുടെ ഒരു ലേസർ ഫോക്കസ് ആണ് നമുക്ക് അവിടെ അക്കാഡമിക്സിലേക്ക് വരുന്നത്. തീർച്ചയായും. സമയമില്ല എന്ന് പറയുന്നവർക്കും ലേസി ആയിട്ടിരിക്കുന്നവർക്കും ഒരു ഉത്തമ ഉദാഹരണമാണ് മോള്. കാരണം പലരും പറയും എനിക്ക് സമയമില്ല, അല്ലെ, ഇതിനൊക്കെ പോകാനായിട്ട് എനിക്ക് സമയമില്ല എന്ന് പറയും. അതുപോലെ തന്നെ മടിയാണ് എന്ന് പറയും, ഇല്ലേ? ഇതൊക്കെ ഒരു എക്സ്ക്യൂസസ് ആണ്, അല്ലെ? അതാണ് അവരെ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. സമയമില്ല എന്ന് പറയാൻ പറ്റില്ല. സമയം എല്ലാവർക്കും 24 hours ഉണ്ട്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നനുസരിച്ചാണ് നമ്മുടെ ഭാവി നിശ്ചയിക്കുന്നത്. ഈ ചെറിയ ചെറിയ ഡിസിഷൻ ആണെങ്കിലും ഇപ്പൊ മോള് ആദ്യം പറഞ്ഞ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം ഒന്നും ജയിക്കാൻ പറ്റില്ല. അപ്പോഴൊന്നും നമ്മൾ പുറകോട്ടേക്ക് പോരരുത്. എപ്പോഴും നമ്മൾ എപ്പോഴും നമുക്ക് ജയം കിട്ടണമെന്നില്ല. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മളുടെ ഫെയിലിയർ ആണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. അപ്പോഴേക്കും നമ്മൾ തളർന്നു പോകരുത് ഒരിക്കലും. അതെ അതെ. അങ്ങനെ ഒരു ഡിസിഷൻ കൂടി മനസ്സിൽ വേണം. ഒരിക്കലും ഞാൻ തളരില്ല, ഏത് പരിസ്ഥിതിയിലും ഞാൻ മുന്നോട്ട് തന്നെ ചിന്തിക്കുള്ളൂ. പക്ഷെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്ത് വേണേലും നമുക്ക് സംഭവിക്കാം, അല്ലേ? അപ്പൊ ഒരു ജയിക്കുമെന്ന് വിചാരിച്ചിരുന്ന ഒരു മാച്ച് അല്ലെങ്കിൽ ഒരു ഇത് വിജയിക്കാതിരിക്കാം. അപ്പോഴും നമ്മള് ആ ഒരു സ്പിരിറ്റ് കളയരുത്. അതെ അതെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും സംസാരിക്കാനോ എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് പറയാനോ ഉണ്ടോ? ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് പറയാനുണ്ട് ആരതിയിടക്കല്. ഇപ്പോ ആലിസ് മാം പറഞ്ഞ പോലെ എനിക്ക് അതുണ്ട് ഇതുണ്ട്, അത് കഴിഞ്ഞ് എനിക്ക് TV കാണാൻ സമയമില്ല, എനിക്ക് സിനിമ കാണാൻ സമയമില്ല എന്ന് പറയുന്നിടത്ത് സീ സംബഡി ലൈക്ക് യു, ഇതിന്റെ എല്ലാത്തിന്റെയും കൂടെ ഞാൻ കൊണ്ടു നടക്കുന്നു പറയുന്നത് ഒരു മനസ്സിനൊരു കുളിര് തരുന്നൊരു ഇതാണ്. ഇങ്ങനെ വേണം കുട്ടികള് എന്നുള്ളതാണ്. നിങ്ങളെ പോലുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ then we are not worried about the future of this humanity. അപ്പോ എന്താ പറയാ, all the best മോളു. Thank you. All will be praying for you, right? Thank you so much. ഈ ഒരു കഴിവ് എനിക്കുണ്ടെന്ന് മോൾ എങ്ങനെ ആദ്യം മനസ്സിലാക്കിയത്? അത് എന്റെ കോച്ച് എന്നെ സ്വിമ്മിങ്ങില് എന്താന്നറിയില്ല, കോച്ചിനെ എടുക്കാൻ തോന്നി. അപ്പൊ ഞാൻ സ്വിമ്മിങ് ചെയ്തു തുടങ്ങി. അവസാനം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോ സന്തോഷം തോന്നി. ഈ സന്തോഷം പിന്നെ ഞാൻ കളയണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാനത് കരിയർ ആക്കി. പാഷൻ എല്ലാം കൂടി കൊണ്ട് എനിക്ക് താല്പര്യം വന്നു. അപ്പൊ ആ കോച്ചിന്റെ ഒരു എന്താ പറയുക, ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ യു ആർ ഗുഡ് ഇൻ ദിസ് സ്വിമ്മിങ് എന്ന് ഒന്ന് പറഞ്ഞത് കൊണ്ട് കൂടിയാണ് നമ്മള്, അല്ലേ? അതെ അതെ. സാറ് പറഞ്ഞു ഇയാൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ട്, സ്വിമ്മിങ്ങില് വാന്ന് പറഞ്ഞു. സോ ആ എൻകറേജ്മെന്റ് ഒക്കെ കൂടി എടുത്ത് ഞാൻ ടീച്ചേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. ആ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്ന ടീച്ചേഴ്സ് തന്നെയല്ല, പേരൻസ് ആണെങ്കിലും ആ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഡ്യൂട്ടി. അല്ലാതെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതല്ല. നമ്മുടെ കുട്ടിയുടെ പൊട്ടൻഷ്യൽ എന്താന്ന് വെച്ചാൽ കണ്ടുപിടിച്ചാൽ അതിൽ ഉയർന്നു കൊണ്ടുവരിക, അതല്ലേ? അതെ അതെ. അപ്പൊ അതുപോലെ തന്നെ മോളും ഇനിയുള്ള ഇതിലാണെങ്കിലും ചുറ്റുമുള്ളവരിലെയും പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനായിട്ട് ഒരു ഇൻസ്പിറേഷൻ കൂടി ആവണം. അവരോട് പറയണം നിനക്ക് ഈ കഴിവുണ്ട് എന്ന് പറയുമ്പോ ഇപ്പോ സ്വന്തം ക്ലാസ്സിലെ കുട്ടികളോട് പറയുമ്പോ അവർക്ക് ഭയങ്കര ഇതായിരിക്കും.
അങ്ങനെ ഇല്ലാത്തവർ ഒരുപാട് പേരുണ്ട്. ഈ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ട് പോലും മുന്നോട്ടേക്ക് വരാൻ കഴിയാത്ത ഒരുപാട് പേര് നമ്മുടെ കൂട്ടത്തിലുണ്ട്, കുട്ടികളിൽ തന്നെ. അവരൊക്കെയാണ് ഈ ഡ്രഗ്സിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ പോണത്. അപ്പൊ മോൾക്ക് പറ്റുന്ന സമയത്തൊക്കെ ഡ്രഗ്സ് എന്നൊന്നും പറയണ്ട, നിങ്ങൾ ഒരു മിനിറ്റ് പോലും കളയാതെ നിങ്ങളുടെ പാഷൻ ഇംപ്രൂവ് ചെയ്യാൻ നോക്കുക എന്ന് പറയുമ്പോൾ തന്നെ അവർക്ക് വേറെ ഒന്നിലേക്കും പോകാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല. ഓക്കെ, മോൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞതാണ്. കാരണം വെച്ചാൽ ഞങ്ങളൊക്കെ പറയുന്ന പോലെ അല്ല ഒരു ക്ലാസ്സിലിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു ഏജിലുള്ള പിള്ളേരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേയിലാണ് സംസാരിക്കുന്നത്. മോളുടെ ലൈഫ് തന്നെയല്ലേ അവരോട് പറയണത്. അതെ അതെ. അതുമല്ല, അങ്ങനെ അച്ചീവ് ചെയ്തിട്ടുള്ള ഒരാളിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടുന്ന സമയത്ത് അവർക്കത് ഭയങ്കര വാല്യുബിൾ ആയിരിക്കും. അതെ അതെ. ഓക്കെ മോളെ, നമ്മൾ അടുത്ത സെക്കൻഡ് ചാപ്റ്റർ വായിച്ച ആളുടെ അടുത്തേക്ക് പോവാണ്. ഓക്കെ, ഇത് കണ്ടിന്യൂ ചെയ്യണം, ഈ ഒരു സെഷൻസ് കേൾക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ബി ഹിയർ. ഓക്കെ, താങ്ക് യു. ഡെഫിനറ്റ്ലി വെരി വെരി ഗ്രേറ്റ്ഫുൾ ടു യുവർ പാരന്റ്സ് ടു, അല്ലെ? ആ പാരന്റ്സിന്റെ സപ്പോർട്ടാണ്. പിന്നെ അമ്മ സൈഡിലിരിക്കുന്നെങ്കിൽ അമ്മയെ കൂടി ഒന്ന് കാണിച്ചോളൂ. ഹായ്, ഇതാണ് അല്ല. നമസ്കാരം. ഞാനിത് കേട്ടു, വളരെയധികം സന്തോഷം ഇന്ദ്രാണിയെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതിൽ. ഞാൻ സൈഡിൽ മാറിയിരിക്കുകയായിരുന്നേ. താങ്ക് യു സോ മച്ച് ഉഷ, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതില്. പിന്നെ എനിക്ക് പറയാനുണ്ട്, വേറെ ഒന്നുമല്ല, ഈ കുട്ടികളെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ മകളെ കണ്ടിട്ട് എന്നെ സംബന്ധിച്ച് എനിക്കും പെൺകുട്ടികളാവുമ്പോ കുട്ടികൾ ഡാൻസ്, പാട്ട്, പഠിത്തം ഇത് മാത്രമാണ് നമ്മളുടെ ഒരു ലെവലിൽ ഉണ്ടായിരുന്നത്. പക്ഷെ മോളുടെ ഇത് സ്കൂളിൽ ഇതുപോലെ കണ്ടെത്തി കോച്ചിനെ ട്രെയിനിങ് ഇവരുടെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ ഞങ്ങൾക്ക് വളരെയധികം മടിയായിരുന്നു. കാരണം വെളുപ്പിനെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ നമുക്കൊരു 5:45 ആകുമ്പോഴേക്കും ആവണം. കാരണം 6:15 സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഹെക്റ്റിക് ആണ്. ഒരു 8:30 ക്ലാസ് തുടങ്ങും. അതുവരെ പ്രാക്ടീസ്, വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അത് കഴിഞ്ഞ് വീണ്ടും 3:30 to 5:30 പ്രാക്ടീസ്. അതിന് വീട്ടിൽ വന്ന് പഠിക്കാൻ സമയമില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾക്ക് പിന്നെ നമ്മൾ കൊണ്ടുവരണം, മറ്റേത് സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്നു, വരുന്നു, നമുക്കൊന്നും അറിയണ്ടായിരുന്നു. പക്ഷേ മകളുടെ വളരെയധികം നിർബന്ധവും ഇൻട്രസ്റ്റ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത് വിട്ടത്. പക്ഷെ ഇങ്ങനെയൊന്നും ആവുമെന്ന് കരുതിയിട്ടല്ല. അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഈ ജേർണി ഒന്ന് ചെറുതാക്കി പറയുകയാണേ, വേറൊന്നുമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നല്ലത് കിട്ടുകയാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട് അനുഭവം പറയാം. അതിനുശേഷം മകളെ ഇങ്ങനെ ആദ്യമൊന്നും മെഡലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വിചാരിച്ചു നല്ലൊരു വർക്കൗട്ടാണ്, അങ്ങനെ അങ്ങ് പോട്ടെ. ഹസ്ബൻഡ് ഒരു സ്പോർട്സ്മാൻ ആണ്, അപ്പൊ അദ്ദേഹത്തിന് ഇതിലൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അങ്ങനെ ഓക്കെ, നല്ലതാണ്. പക്ഷെ അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് മൊബൈലിന്റെ ഉപയോഗം വളരെയധികം കുറവാണ്. കാരണം അവർക്ക് അതിനുള്ള ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. പിന്നെ ഈ കോച്ച് എന്ന് പറയുന്നത് സാറിനെയും പറയാതിരിക്കാൻ വയ്യ. കാരണം സാർ ഇവർക്ക് നന്നായിട്ട് മോട്ടിവേഷനും നന്നായിട്ട് ക്ലാസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോ ഇവർക്ക് മൊബൈൽ അധികം ഉപയോഗിച്ചാൽ നിങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടും എന്നൊക്കെ സാർ എപ്പോഴും പറയും. അത് കാരണം മൊബൈൽ അങ്ങനെ കയ്യിലെടുക്കില്ല. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ മറ്റൊരു സന്തോഷം. മറ്റു കാര്യങ്ങളിലൊക്കെ ഇവർക്ക് ശ്രദ്ധയുണ്ട്. പിന്നെ അതുപോലെ ഇവര് ഒട്ടും കാണില്ല എന്നല്ല, ഇപ്പൊ വെക്കേഷൻ എങ്ങാനും കുറച്ചു നേരം ഒരു അരമണിക്കൂർ, അവര് കറക്റ്റ് ടൈം ടേബിളാ. അരമണിക്കൂർ കാണും എന്ന് പറഞ്ഞാൽ അത് അരമണിക്കൂറിനോട് തീർന്നു. പിന്നെ കോമ്പറ്റീഷൻ വരുമ്പോ അവര് യൂട്യൂബോ വേറെ എല്ലാം അവരത് ഡിലീറ്റ് ചെയ്യും. അവരതൊന്നും ഉപയോഗിക്കില്ല. കാരണം കുട്ടികൾക്ക് കോൺസെൻട്രേഷൻ വേണ്ടേ. അപ്പൊ അവരുടെ എയിം എന്ന് പറയുന്നത് ആ കോമ്പറ്റീഷൻ ആണ്. അതിനുവേണ്ടി അവര് എന്ത് സാക്രിഫൈസ് ചെയ്യാനും അവര് തയ്യാറാ. അതുപോലെ ഫിസിക്കലായിട്ടും എല്ലാം, ഫുഡ് ഹാബിറ്റും അതെല്ലാം കോൺസെൻട്രേറ്റ് ചെയ്ത കുട്ടികളാണ് ഇവര്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കാതെ തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവരിലേക്ക് വരുന്നതാ. സത്യം പറഞ്ഞാൽ ഇപ്പോ ഞാൻ മകളെ കണ്ടാ പഠിക്കുന്ന ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ, എന്തെങ്കിലും ഒരു അഡീഷണൽ എക്സ്ട്രാ കോ കരിക്കുലർ ആക്ടിവിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികളിൽ ഒരുപാട് മാറ്റം വരുന്നതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ രീതിയിലും, ഫിസിക്കൽ ആയാലും മെന്റൽ ആയാലും അവരുടെ എല്ലാ കാര്യങ്ങളിലായാലും. അപ്പോ താങ്ക് യു സോ മച്ച് കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതില്. അതെ, എല്ലാവരുടെയും അനുഗ്രഹം വേണം. ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടും ആലിസ് മാഡം പറഞ്ഞ പോലെ നമുക്കൊരു ഹ്യൂമൻ ലൈബ്രറി ആയിട്ട് ഇന്ദ്രാണിയെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. എന്തായാലും താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. താങ്ക് യു അമ്മോ. അമ്മയ്ക്കും ധാരാളം കൺഗ്രാജുലേഷൻസ്. ഓക്കെ.
നമ്മളും ഇങ്ങനെ എത്തും എന്നൊന്നും അറിഞ്ഞിട്ടല്ല. അല്ല പക്ഷെ മകളുടെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടു. മാം നേരത്തെ പറഞ്ഞ പോലെ, ആലിസ് മാം നേരത്തെ പറഞ്ഞ പോലെ മകളുടെ ഇഷ്ടങ്ങൾക്ക് അങ്ങ് വിടുന്നു. നമ്മള് പൂർണ്ണ പിന്തുണയായിട്ട് പുറകിലുണ്ട് എന്ന് മാത്രം. Definitely. And okay. Thank you. Thank you. Thanks so much. Thank you. Now Elizabeth. ഹലോ, Yes. എന്റെ ടേൺ ആണോ? സോറി, Yes, ഞാൻ yes, it's your turn. ഹായ്. എന്റെ പോർഷൻ 2 ചാപ്റ്റർ ആയിരുന്നല്ലോ. ഒന്ന് ഒരു മിനിറ്റ്. The legacy question and the conscience question. ലെഗസി ക്വസ്റ്റ്യനില് എനിക്ക് തോന്നിയത് ഇപ്പം ഒത്തിരി വളരെ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് മനസ്സിലായത്, നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ആ നിൽക്കുന്ന പോയിന്റിൽ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മൾ അതിന്റെ ലോങ് ടേം ഔട്ട്കം അല്ലെങ്കിൽ പിന്നീട് നമ്മൾക്ക് കുറെ നാളുകൾക്ക് ശേഷം നമ്മൾ അത് നറേറ്റ് ചെയ്യുമ്പം നമുക്ക് ആ സ്റ്റോറി കംപ്ലീറ്റ് ആയിട്ട് ഒന്നും വിടാതെ പറയാൻ പറ്റുന്നത് പോലെ നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് ഞാൻ ചിന്തിക്കാറില്ല. അന്നേരത്തെ ആ ഒരു അന്നേരം എന്താണ് വേണ്ടത്, ആ റിയാക്ട് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോഴത്തെ ആ സിറ്റുവേഷൻ. അല്ലെങ്കിൽ അന്നേരം എത്ര തോട്ട് ത്രൂ ചെയ്താലും അതിനോട് റെസ്പോണ്ട് ചെയ്യുവാണ്. ഓക്കെ, ഇത് ആ ഒരു നമ്മുടെ ഫ്രണ്ടിലുള്ള ഒരു പിക്ചർ വെച്ചിട്ട് അതിന്റെ എല്ലാ നമ്മളൊരു പക്ഷെ എല്ലാ വരുംവരാകളും ചിന്തിക്കുമായിരിക്കും, അല്ലെങ്കിൽ എല്ലാം ആലോചിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇയേഴ്സ് ഡൗൺ ദ റോഡ് നമ്മൾ വളരെ പ്രൗഡായിട്ട് നിന്ന് സന്തോഷത്തോടെ ഇരുന്ന് പറയുന്ന ഒരു സ്റ്റോറി ആയിട്ട് നമ്മൾ എങ്ങനെ അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ എങ്ങനെ തിരിച്ചെടുക്കുമെന്നുള്ളത് ആണ് എനിക്ക് മെയിൻ ആയിട്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലായത്. ഇപ്പൊ ചാപ്റ്ററിൽ ഇങ്ങനെ ജോസഫിന്റെ സ്റ്റോറി പറയുമ്പം അത് സ്പാൻ ഓഫ് ഓൾമോസ്റ്റ് 8-9 ഇയേഴ്സ് നടക്കുന്ന കാര്യമാണ്. പക്ഷെ അപ്പോഴൊക്കെ അദ്ദേഹം വളരെ ഇന്റഗ്രിറ്റി കീപ്പ് ചെയ്തെടുക്കുന്ന ഡിസിഷൻസ് പിന്നീട് ഇതുപോലെ ഒരു പുസ്തകം എഴുതുമ്പോൾ, അല്ലെങ്കിൽ ബൈബിൾ പോലെ ഒരു ബുക്ക് ഇരിക്കുമ്പം, അല്ലെങ്കിൽ ഇപ്പൊ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിൽ തന്നെ ഗ്രാൻഡ് കിഡ്സിന്റെ കൂടെ ഇരുന്ന് സ്റ്റോറി ഷെയർ ചെയ്യുമ്പോഴത്തേനും I'm pretty sure he can share it with full confidence that he has done everything right. അത് ആ ഒരു അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാവുന്ന രീതിയിൽ എടുക്കുന്നത് ആ ഒരു തോട്ട് പ്രോസസ് അറ്റൈൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണ് എനിക്ക് ആ ചാപ്റ്റർ ഫീൽ ചെയ്തത്. പിന്നെ ചാപ്റ്റർ 4 ദ കോൺഷ്യൻസ് ക്വസ്റ്റ്യൻ, അത് ഒരുപാട് മോറൽ വാല്യൂസിന്റെ ഒരു വെളിച്ചത്തിൽ നോക്കുമ്പം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അവിടെ നമുക്കെല്ലാം ഒരു പക്ഷെ നമ്മളൊക്കെ എത്ര ഡിസിഷൻ എടുക്കുന്നവരാണെങ്കിലും ചിലപ്പം നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയി എടുക്കുന്നവൻ നമ്മൾ പറയുന്ന ഒരു റീസൺ, എനിക്ക് ആലോചിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഐ വാസ് അണ്ടർ പ്രഷർ, അല്ലെങ്കിൽ എന്നോട് അവര് പറഞ്ഞു, എന്നോട് ഇവര് പറഞ്ഞു, അല്ലെങ്കിൽ ഐ വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഓൾ ദിസ്. വേറെ നിവൃത്തിയില്ല എന്നുള്ളതൊരു വളരെ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു എക്സ്ക്യൂസ് ആണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റോറി പറയുമ്പം ഞാൻ പിന്നെ ആലോചിച്ചു, നമ്മൾ ഈ വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്നത് ശരിക്കും വേറെ നിവൃത്തി ഇടഞ്ഞിട്ടല്ലേ പറയാ? സത്യമായിട്ടും അത് തന്നെയാണ് പറയാ, അല്ലാതെ ആരും നുണയുണ്ടാക്കി പറയുന്നതല്ല. പക്ഷെ അവിടെയും ഒരു ചാപ്റ്ററിൽ ഓതർ പറയുന്ന ഒരു ഇതുണ്ട്, ഡിസീറ്റ്ഫുൾ ആൻഡ് ഡിസോണസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നുണ പറഞ്ഞു, വളരെ വ്യക്തമായിട്ടൊരു നുണ പറഞ്ഞു. പക്ഷെ ഡിസീറ്റ്ഫുൾ എന്ന് പറയുമ്പം നമ്മൾ മിക്സപ്പ് ചെയ്യാൻ തുടങ്ങും. there is some truth and there is some version of truth, there is some parts of truth. അപ്പോ നമുക്ക് പലപ്പോഴും ഈ കോൺഷ്യൻസ് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ്ലി നമുക്ക് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് ചിന്തിക്കാത്തത് കൊണ്ടാണ്, സത്യത്തെ അഡ്രസ് ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മൾ കുറെയൊക്കെ നമുക്കും കൂടെ വേണ്ട പോലെ ചിന്തിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. ഒരു പക്ഷേ അതൊരു ശരിക്കും ഒരു ജീവൻ മരണ സിറ്റുവേഷൻ, അത്രയും ഹൈ അലേർട്ട് റെസ്പോൺസ് സിറ്റുവേഷൻ ആയിരുന്നിരിക്കും. നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഓണസ്റ്റ് ആയിട്ട് നമുക്കത് ചിന്തിച്ച് നമുക്ക് കുറച്ചും കൂടെ അതിനെ അഡ്രസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ആ കോൺഷ്യൻസിനോട് കുറച്ചും കൂടെ നീതി പുലർത്തുന്നത് പോലത്തെ ഡിസിഷൻ എടുക്കാമായിരുന്നു. ഇപ്പൊ ഡേവിഡിന്റെ എക്സാമ്പിൾ അതല്ലേ, ഇപ്പം ഇറ്റ് വാസ് മെന്റ് ടു ബി, അതാണ് ദൈവം തീരുമാനിച്ച കാര്യം എന്നാ പറഞ്ഞത്. പക്ഷെ കൂടെ നിൽക്കുന്ന എല്ലാവരും പറയുന്നതുകൊണ്ട് അദ്ദേഹം ഓരോ സ്റ്റെപ്പും എടുക്കുന്നുണ്ട്. അതിൽ കൂടുതൽ എന്താണ് ഒരു പ്രഷർ ടു ഡു ഇറ്റ്. പക്ഷെ ഹി ഡിഡ്ന്റ് ഫീൽ റൈറ്റ്. ആ ഒരു ടെൻഷനെ അഡ്രസ് ചെയ്തപ്പോഴത്തേനും ഹി ടേൺഡ് അറൗണ്ട്. അപ്പൊ ശരിക്കും ആ ബുക്കിൽ പറയുന്നവരെ
ഗ്രാൻഡ് കിഡ്സിന്റെ അടുത്ത് രാജാവ് അവിടെ ഇങ്ങനെ നേച്ചർ കോൾ ആൻസർ തരുന്നപ്പോൾ ഞാൻ പുറയുന്നു പോയി അറ്റാക്ക് ചെയ്ത് രാജാവായി. ഞാൻ ആലോചിച്ചു എന്ത് മോശം സ്റ്റോറി ആയി പോയത്. പക്ഷെ അത് ഈ കംപ്ലീറ്റ്ലി ടേൺഡ് ഇറ്റ് അറൗണ്ട്. എന്നിട്ട് വളരെ സെൽഫ് കോൺഫിഡൻസ് പിന്നെ വരുന്നത് ആ ഒരു ഇന്റഗ്രിറ്റി, ആ ഒരു കോൺഷ്യൻസിനെ ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്തതിന്റെ സെൽഫ് കോൺഫിഡൻസ് ആണ്. when he comes out of the cave he makes a speech. ദൈവം തീരുമാനിക്കട്ടെ എന്ന് പറയുന്നത് അത്രയും ധൈര്യം, ഇത്രയും പേര് അയാളെ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി നിൽക്കുമ്പോൾ പുറത്തിറങ്ങി വന്ന് പറയുന്ന ആ കോൺഫിഡൻസ് വരുന്നത് ഇസ് ബിക്കോസ് ഹി കെപ്റ്റ് ഹിസ് കോൺഷ്യൻസ് ക്ലീൻ. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഞാനിപ്പോ ആലോചിച്ച് നോക്കിയപ്പോൾ ശരിയാണ്. നമ്മൾ കോൺഷ്യൻസ് ക്ലീൻ ആയി എടുക്കുന്ന ഡിസിഷനിൽ അവർ കോൺഫിഡൻസ് ഈസ് റിയലി ഹൈ. അതും നമ്മൾ ചുറ്റും നോക്കിയാൽ കോൺഷ്യൻസ് ക്ലീൻ അല്ലെങ്കിലും സം പീപ്പിൾ ഫേക്ക് ദ കോൺഫിഡൻസ്. പക്ഷെ നമ്മൾ അത് പ്യുവർ കോൺഷ്യൻസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് കോൺഫിഡൻസ് ഈസ് ലൈഫ് ലോങ്. ലൈക്ക് വാട്ട് എവർ ഹാപ്പൻസ് അത് നമ്മളെ ആർക്കും ഒന്നും ചോദ്യം ചെയ്ത് ഏത് നീതിന്യായ പീഠത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോഴും വി ക്യാൻ സ്റ്റാൻഡ് അപ്പ്. ബിക്കോസ് അതാണല്ലോ ഒരു സത്യത്തിന്റെ ഒരു ഇത്. പിന്നെ ഈ ബുക്ക് മുഴുവൻ ആ 2 ചാപ്റ്റർ പ്രത്യേകം വായിച്ചപ്പോൾ എനിക്ക് എന്റെ മനസ്സിൽ വന്ന ഒരു ഇത് ബൈബിളിൽ ഒരു ചെറിയൊരു വചനാണ്. എനിക്കത് എവിടുന്നാണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു കോട്ടാണ്: നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് കാര്യം? അതാരെങ്കിലും ഇവിടെ മെൻഷൻ ചെയ്തോന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ ചാപ്റ്റർ എല്ലാം വായിച്ചപ്പോൾ അതാണ് മനസ്സിലായത്. നമ്മളെല്ലാം ഈ തെറ്റുകളിലോട്ട് പോകുന്നത് മെറ്റീരിയലിസ്റ്റിക്കലി ഉള്ള പ്രഷറിൽ നിന്ന് വരുമ്പോഴാണല്ലോ. അപ്പോഴാണല്ലോ നമ്മൾ നമ്മുടെ തന്നെ സോളിനെ പതുക്കെ ഇല്ലാതെ കോംപ്രമൈസ് ചെയ്യുന്നത്. അപ്പൊ അത് എനിക്ക് തോന്നുന്നു ആ ഒരു ബൈബിൾ വേഴ്സ് എനിക്ക് എവിടെ നിന്നാന്ന് കോട്ട് ചെയ്യാൻ അറിയത്തില്ല. പക്ഷെ അതിനോടൊരു ചെറിയൊരു ചേർന്ന് നിൽക്കും തോന്നുന്നു. നമ്മൾ ഇതിൽ പറഞ്ഞതൊക്കെ ബ്രേക്ക് ചെയ്താൽ യു ആർ ലൂസിങ് നമ്മൾ ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നത് പോലെ, ബ്രേക്ക് ചെയ്യാതിരുന്നാൽ വി വിൽ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ അതിനെ സേവ് ചെയ്യുന്നത് പോലെയാണെന്ന് തോന്നുന്നു. പിന്നെ എനിക്ക് ചാപ്റ്ററിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഹൈലൈറ്റ്, നമ്മൾ എത്ര ഡിസിഷൻസ് നമ്മൾ എപ്പോഴും ഒരു പേഴ്സണൽ പെർസ്പെക്റ്റീവിൽ പറയും, ബട്ട് അവർ ഡിസിഷൻസ് ഡു അഫക്ട് അതേഴ്സ് ഇൻ വൺ വേ ഓർ ദ അതർ. ഇറ്റ് ഡസ് ഫോർ ഷുവർ. അതും കൂടി ഒരു ഐ ഓപ്പണിംഗ് ഒരു പോയിന്റ് ആയിട്ട് ഈ ബുക്കിൽ തോന്നുന്നു. താങ്ക് യു. ഡെഫിനറ്റ്ലി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസ് ആണ് അത് നമ്മളെയും ബാധിക്കും, നമ്മുടെ ചുറ്റുമുള്ളവരെയും ബാധിക്കും എന്ന ബോധ്യവും ഈ പറഞ്ഞ പോലെ നമ്മൾ പല ഇൻസിഡൻസ് നമ്മുടെ ചുറ്റും കാണുമ്പോൾ നമ്മൾ പറയും ഇവർക്കൊന്നും മനസാക്ഷി ഇല്ലേ എന്ന്. ഇപ്പൊ നമ്മളിപ്പോ ബെറ്റർ ഡിസിഷൻസ് ഫ്യൂവർ റിഗ്രറ്റ്സ് എന്ന് പറയില്ലേ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു മെയിൻ പ്രോബ്ലം തന്നെ നമുക്ക് റിഗ്രറ്റ് ഇല്ലാത്തതാണ് ഒരു പ്രോബ്ലം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ആ ഒരു മനസാക്ഷിയോടെ നമ്മൾ ചോദിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം, അത് ടുവേർഡ്സ് ദ ലാസ്റ്റ് പോർഷൻ സിന്ധു മാം വളരെ ക്ലാരിറ്റിയോട് കൂടി അത് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം നമ്മളോട് തന്നെ ചോദിക്കാൻ സാധിക്കുക. ഈ ഒരു പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുമ്പോൾ രജനി ചേച്ചി തുടക്കത്തിൽ പറഞ്ഞു ഇതൊരു ടേണിംഗ് പോയിന്റ് ആണ്, ഇതൊരു ഹൈലൈറ്റ് ആണ്. ഇതെങ്ങനെ ഈ കൃത്യമായിട്ട് 2025 ഇത് വന്ന് ലാസ്റ്റ് ഇതിൽ തന്നു എന്നുള്ളത് നമുക്കറിയില്ല. കൃത്യമായിട്ട് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഞാൻ ആലിസ് മാഡം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഇത് ദൈവം കൊണ്ട് തരുന്നതാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പുണ്യമാണ് പ്രചോദന ബുക്ക് ക്ലബിൽ ഓരോ ബുക്കും നമ്മളിലേക്ക് എത്തുന്നത്. ഇത് അതിനോടുള്ള ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എലിസബത്ത് ഇനി ജോലിക്ക് പോവാൻ തീർച്ചയായി. ഷീസ് ജോയിനിങ് ഫ്രം പറഞ്ഞോളൂ. വാൻകൂവർ, കാനഡ. ഓക്കെ. എഴുന്നേറ്റ് വന്നപ്പോ ലേറ്റ് ആയതാ. ഡ്രസ് കണ്ടപ്പോ മനസ്സിലായി നല്ല തണുപ്പാണെന്ന്. ഏറ്റു വന്നതിന്റെ ഒരു ഇതുണ്ടല്ലോ, അന്നേരത്തെ കുറച്ച് ആയിക്കോളും. ഞങ്ങളുടെ +2 ക്ലാസ്മേറ്റ്സ് ആണ്, ഞങ്ങള് ഫ്രണ്ട്സ്. അപ്പൊ അതായത് എലിസബത്ത് പ്രചോദന ബുക്ക് ക്ലബ് സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ടുണ്ട്. പുതിയ മെമ്പേഴ്സിന് ഒന്നുകൂടെ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടി ഞാൻ ഇത് പറഞ്ഞത്. താങ്ക് യു എലിസബത്ത്. Thank you Usha. Thank you so much. Thank you Alice. Thank you everyone. And now over to Sindhu ma'am. Okay. First of all, thank you so much. ഈ ഒരു പുസ്തകം പ്രചോദന ബുക്ക് ക്ലബിൽ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നേരം ആയുള്ളൂ. പക്ഷെ എനിക്ക് കറക്റ്റ് സമയത്താണ് എന്റെ എൻട്രി എന്ന് തോന്നുന്നുണ്ട്. ഈ പുസ്തകം വായിച്ചപ്പോൾ ആദ്യം തോന്നിയത് ഈശ്വര, ഒരു മറ്റേ ഇന്നസെന്റിന്റെ ഡയലോഗാണ്, ഒരു അരമണിക്കൂർ മുമ്പേ പുറപ്പെടായിരുന്നു, കുറച്ചു നാൾ കൂടെ മുമ്പേ ഇതൊന്ന് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ആർ ഓൺലി വേർ ഗോഡ് വാണ്ട്സ് യു ടു ബി അറ്റ് ദിസ് പോയിന്റ്. അപ്പൊ ഇനി മുമ്പോട്ട് എങ്ങനെ പോകാം എന്നുള്ളത് മാത്രമേ നോക്കേണ്ട ആവശ്യമുള്ളൂ. യെസ്, വെരി ലവ്ലി ടു സീ യു ഓൾ ഹിയർ. എനിക്ക് കിട്ടിയ പോർഷൻ എന്ന് പറയുന്നത് മെച്ചോറിറ്റി
what is a wise thing to do? The maturity question and the relationship questionnaire. For maturity questionnaire, he started saying many things. 2-3 പ്രാവശ്യം വായിച്ചു. ഇത് എങ്ങോട്ടാണ് ലീഡ് ചെയ്യുന്നത്, ആ സ്ട്രക്ചർ മനസ്സിലാക്കാൻ എനിക്ക് 2-3 പ്രാവശ്യം വായിച്ചു, നോട്ട്സ് ഒക്കെ എഴുതി ഉണ്ടാക്കി. മറ്റേത് വന്നപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഹൗ ഹി ലീഡ്സ്, ഹൗ ഹി ക്രിയേറ്റ്സ് ദോസ് തിങ്സ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ഹ്യൂമൻ സൈക്കോളജി പറയുന്ന എല്ലാത്തിന്റെയും ഒരു അറ്റത്ത് കൊണ്ട് ജീവിക്കും. ഒരു ലൈൻ ക്രോസ് ചെയ്യാതെ ഇപ്പുറത്ത് നിന്നിട്ട് അല്ല തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ, എന്നാലും അതിന്റെ അറ്റം വരെ വന്ന് നമ്മൾ ജീവിക്കും. അങ്ങനെയാണ് ഹ്യൂമൻ സൈക്കോളജി. പക്ഷെ അത് തെറ്റിന്റെ അടുത്ത് വരെ എത്തുന്നതും പിന്നെ തെറ്റ് ചെയ്യാനും ഒരുപാട് സമയമില്ല, അല്ലെങ്കിൽ ഒരുപാട് മാർജിൻ ഓഫ് എറർ ഇല്ല. അവിടെയാണ് നമ്മൾ പെട്ടുപോകുന്നത്, അവിടെയാണ് നമ്മൾ ഹേസ്റ്റി ഡിസിഷൻസ് എടുക്കുന്നത്. ഇത് വായിച്ചപ്പം എനിക്ക് ആദ്യം പോയത്, ഞാൻ കോർപ്പറേറ്റിൽ ജോലി ചെയ്ത സമയത്താണ്. റിപ്പോർട്ട്സ് ഉണ്ടാക്കും. ഇത് എന്തോ എഴുതാനാ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അവസാനം നാളെ റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറയുമ്പോൾ രാത്രി കുത്തിയിരുന്ന് ഹോംവർക്ക് എഴുതുന്ന പോലെയാണ് റിപ്പോർട്ട് എഴുതുക. അപ്പൊ ഞാൻ കേട്ടു എനിക്ക് വല്ല കാര്യമുണ്ട്, അതൊക്കെ ഇച്ചിരി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ. പക്ഷെ നേരത്തെ ചെയ്യാൻ മൂടില്ല. ഇറ്റ്സ് വെരി സിമ്പിൾ. മാറ്റി വെക്കാവുന്ന അത്രയും വരെ മാറ്റി വെക്കും. ബിക്കോസ് ദാറ്റ് വാസ് സംതിങ് ദാറ്റ് ഐ നെവർ ലൈക്ഡ്. ഐ വാസ് ഡൂയിങ് എ ജോബ് ദാറ്റ് ഐ ഡിഡ്ന്റ് ലൈക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ വെച്ചിട്ട് പിന്നെ ഓട്ടമാണ് അതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. അപ്പൊ എന്തിനായിരുന്നു അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല, നാളെ ചോദ്യം വരും. അതുപോലെ ഹി ഗിവ്സ് എ ലോട്ട് ഓഫ് ഇൻസ്റ്റൻസസ്. ടീനേജേഴ്സ് ആയാലും നമ്മളെല്ലാരും പല ഇൻസ്റ്റൻസിലും ഈ തെറ്റല്ലല്ലോ, ഞാൻ ചെയ്യുന്നത് തെറ്റല്ലല്ലോ, ഞാൻ ചെയ്യുന്നത് ഇല്ലീഗൽ ഒന്നും അല്ലല്ലോ, അപ്പൊ പിന്നെ ചെയ്താൽ എന്താ? ഒരാള് എവിടെയോ താഴെ വീഴുന്നു, അയാളെ പിടിച്ചെണീപ്പിക്കണം എവിടെ നിയമമൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ എനിക്ക് അയാളെ മൈൻഡ് ചെയ്യാതെ പോവാം. ഇതിനൊക്കെ ഒരു സോ ഹി ഗിവ്സ് ഇൻസ്റ്റൻസസ്. ഇങ്ങനെ നമ്മൾ റാഷണലൈസ് ചെയ്ത് തുടങ്ങിയാൽ കുറച്ച് കഴിയുമ്പോൾ തെറ്റിലോട്ട് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ആൻഡ് ദെൻ ഹി സേസ്, ഒരു കൊച്ചുകുട്ടി ഒരു സ്വിമ്മിംഗ് പൂളിന്റെ അടുത്ത് പോയി നിന്നാൽ കാണുന്നവരൊക്കെ വെപ്രാളപ്പെട്ട് പോയി കുഞ്ഞിനെ എടുക്കും. എന്തുകൊണ്ട്? ആ കുഞ്ഞ് അതിനകത്തോട്ട് വീഴാൻ ഫ്യൂ സെക്കൻഡ്സ് മതി. അതുപോലെ ഒരു ടീനേജർ, ഞാൻ ഒരിക്കലും ഡ്രഗ് ട്രൈ ചെയ്ത് നോക്കാം, എന്തോ ആണെന്നൊന്നും അറിയണല്ലോ എന്ന് പറഞ്ഞു, അത് മതി പിന്നെ ആ ഒരു പ്രശ്നത്തിലോട്ട് പോകാൻ, ട്രാജഡിയിലോട്ട് പോകാൻ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ചിലപ്പോൾ ഓവർ ആയിരിക്കും, അവരെ പിടിച്ച് പുറകോട്ട് ചെയ്യരുതെന്ന് പറയും, ഇത് പറയും. അപ്പൊ ആ ലൈൻ, ആൻഡ് ദെൻ ഹി ഗോസ് ഓൺ ടു ദ നെക്സ്റ്റ് പാർട്ട്. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ പേഴ്സണൽ വാട്ട് വാസ് ദ അൺഎക്സ്പ്ലെയിൻഡ്, നോ ഐ ഫർഗോട്ട് ദാറ്റ് വേർഡ്, അസംഷൻസ്, പേഴ്സണൽ അസംഷൻസ്. എന്റെ എക്സ്പീരിയൻസിൽ നിന്ന്, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പൊ ഒന്നും വന്നിട്ടില്ല. തലേദിവസം റിപ്പോർട്ട് തല്ലിക്കുട്ടി ഉണ്ടാക്കിയ റിപ്പോർട്ട് കൊടുത്തു, ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ അടുത്ത പ്രാവശ്യം ഞാൻ ഈ തല്ലിക്കുട്ടിയ റിപ്പോർട്ട് തന്നെ അടുത്ത പ്രാവശ്യം കൊടുക്കും, ബിക്കോസ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ്. He says instead of that, you base it on facts, something that you can rely on, something that is tangible, measurable. അങ്ങനെ so bring it into the light of day എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് കള്ളത്തരം കാണിച്ചിരിക്കാൻ പറ്റില്ല. അതിനെ വളരെ ക്ലാരിറ്റിയോടെ നോക്കുമ്പോൾ you will know that this is not the decision to take. I should think differently എന്ന് നമുക്ക് ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാവും എന്നാ പറയാം. Then he also gives us couple of, three definite ways as to how this wisdom comes. ഒരു വിസ്ഡത്തിനെ ഒരു നോയ്സ് ആയിട്ട്, ഒരു ഇൻവിസിബിൾ ഫോഴ്സ് ആയിട്ടും, ഒരു നമ്മുടെ അകത്ത് വിസ്പർ ചെയ്യുന്ന ഒരു നോയ്സ് ആയിട്ടും, ചിലർക്ക് ഇറ്റ്സ് ജസ്റ്റ് എ ഫീലിംഗ്, ഗട്ട് ഫീലിംഗ് എന്നൊക്കെ നമ്മൾ പറയുന്നതായിരിക്കും. അതാണ് വരുന്നത്. അത് യു ഷുഡ് ലിസൺ ടു ദാറ്റ്. എങ്ങനെ ലിസൺ ചെയ്യാൻ പറ്റും? പ്രാക്ടിക്കലി ഇന്നത്തെ കുട്ടികളോട് ഉഷ പറഞ്ഞ എനിക്ക് ഓർമ്മ വന്നു, റിഗ്രറ്റ് എന്ന് പറയുന്നതേ ഇല്ല. അതാണ് ഇന്നത്തെ പ്രശ്നം എന്ന് പറയുന്നതല്ലേ. വാട്ട് ഇസ് ഇറ്റ് എന്ന് ചോദിച്ചാൽ അവർക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ. ലിസൺ ടു യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലിസൺ ടു ഹൂ, വാട്ട് ടു യു, ഇൻസൈഡ് യു. അതിന് കുറെ നല്ല എസെൻസ് വേണം. അതെങ്ങനെ പക്ഷെ ഹി ഹാസ് ഗിവൺ എ ബ്യൂട്ടിഫുൾ വേ. ഐ വാസ് തിങ്കിങ് ഇതെനിക്കും വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ്ങിനോ എടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. He said, you have your past, you have your present, you have your future. So പാസ്റ്റിലുള്ള എക്സ്പീരിയൻസ് വെച്ച് തട്ടിച്ചു നോക്കുക, എന്തായിരുന്നു അന്ന് വന്നത്, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റിൽ ഞാൻ ഇനിയിപ്പോ എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത്, അന്ന് ഒരു രീതി. അപ്പൊ അവിടുന്ന് നമുക്ക് വിസ്ഡം കിട്ടി, ഒരു ലേണിംഗ് ഉണ്ട്. സെക്കൻഡ്, എന്റെ ഇപ്പോഴത്തെ പ്രസന്റ് സർക്കംസ്റ്റാൻസസ് എങ്ങനെയാണ്, അതും കൂടെ ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കും. ഞാനിപ്പോ എനിക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, എന്റെ മൂഡ് ശരിയാണോ, ഭയങ്കര ദേഷ്യം. എക്സാമ്പിൾ വാട്ട് ഹി ഹസ് ഗിവൺ ഇസ്, നമുക്ക് ഭയങ്കര ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ആരെങ്കിലും പറഞ്ഞ പോലെ നമുക്ക് ദേഷ്യം, അവരോട് റൂഡായിട്ട് പെരുമാറും.
ഇത് വായിച്ചപ്പോ ഞാൻ ഇമെയിൽ എറ്റിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സെഷൻ എടുക്കുമ്പോൾ പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്. നമുക്കൊരു വളരെ മോശപ്പെട്ട മെയിൽ വന്നു അല്ലെങ്കിൽ ഫീഡ്ബാക്ക് വന്നു, നമുക്ക് പെട്ടെന്ന് എന്താ ചെയ്യാം? ആഹാ, അപ്പൊ ഞാൻ ഇതിന് റിപ്ലൈ ഒക്കെ കൊടുക്കുന്നു പറഞ്ഞ് നമ്മൾ ഭയങ്കര ഒരു ബോറ് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്റ്റിങ്കർ മെയിൽ തിരിച്ചയക്കുകയാണ്. മേ ബി വി ഹാവ് എന്താ നമുക്ക് തോന്നുന്നുണ്ടാവും, നമുക്ക് ആ റൈറ്റ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടാവും, നമ്മളോട് മോശമായിട്ട് പെരുമാറി, അപ്പൊ ഞാൻ മോശമായിട്ട് പെരുമാറി. പക്ഷെ അവിടെ ഒരു ചെയ്യേണ്ടത് just take a break, go take a round, go get a coffee, talk to somebody. അവിടുന്ന് സീറ്റിൽ നിന്ന് എണീറ്റ് പോയി ഒന്ന് നടന്നിട്ടൊക്കെ തിരിച്ചു വന്ന് കുറച്ച് കോണ്ടെക്സ്റ്റ് ക്ലിയർ യുവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിരുന്നിട്ട് ആ മെയിലിനെ ഒന്നും കൂടെ വായിക്കുക. നമ്മൾ ഒരിക്കലും ആദ്യം ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യില്ല. ആദ്യം എഴുതണം എന്ന് വിചാരിച്ച ഒരു കാര്യം പോലും നമ്മൾ രണ്ടാമത്തെ മെയിലിൽ നമ്മൾ എഴുതും. അതേ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന് ആലോചിക്കുക, ഗിവ് ഇറ്റ് 24 hours. വേണ്ട, ഒരു ഐ വുഡ് സേ ജസ്റ്റ് ഗിവ് ഇറ്റ് 5 to 10 seconds and your brain comes back. Your brain gives you that ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഇതാണ് വരുന്നത് ആ സമയത്ത്. അപ്പം വരുന്ന ആ അഡ്രിനാലിൻ റഷിനെ നമ്മൾ ഒന്ന് മാറ്റി വെക്കാമെങ്കിൽ 10 സെക്കൻഡ് ഞാനൊന്ന് ആലോചിക്കട്ടെ, ഗിവ് യുവർ സെൽഫ് എ ബ്രേക്ക്, അല്ലെങ്കിൽ ടേക്ക് എ പോസ്, ലുക്ക് അറ്റ് ദ സെയിം തിങ്, യു വിൽ നോട്ട് ടേക്ക് ദ സെയിം ഡെസിഷൻ. ഇന്ന് എല്ലാവർക്കും പറ്റാത്തതും അതാണ്. ഇങ്ങനെ വേണമല്ലോ, നമുക്ക് എല്ലാം വേണമല്ലോ. ഇൻസ്റ്റാഗ്രാമും ഇങ്ങനെ 10 സെക്കൻഡ് അല്ലേ, 3 സെക്കൻഡാണ് ഇന്നത്തെ അറ്റൻഷൻ സ്പാൻ എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, യു ഷുഡ് ലുക്ക് അറ്റ് ദ ഫ്യൂച്ചർ. ഇതെനിക്ക് ആ സ്റ്റോറി എഴുതുന്നതിനെ കൂടെ ചേർത്ത് അതുപോലെ ഒരു ചെറിയൊരു ഇത് തോന്നി. ഫ്യൂച്ചറിൽ എന്താവും വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ഇന്ന് ഞാൻ തീരുമാനം എടുക്കാൻ. ഓഫ്കോഴ്സ് എല്ലാം അങ്ങനെ പറ്റുമോ, നടക്കില്ലായിരിക്കും, അതിലൊരു ഹാബിറ്റ് ആക്കി എടുക്കണം. എങ്കിലും മേജർ സാധനങ്ങൾ നാളെ അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞ് എങ്ങനെയാവും എന്ന് വിഷ്വലൈസ് ചെയ്തിട്ട് എടുക്കാമെങ്കിൽ definitely we'll make fewer mistakes, we'll have fewer regrets also. Appo adarnu what is the wise thing to do, and so listen to yourself, listen to that small voice telling you in your ear what is the wise thing to do and take a decision accordingly ennaanu aadu. Aduthathu relationship question aanu, what does love require us to do? അത് പക്ഷെ എനിക്ക് കുറച്ച് ടഫാണ്. മെനി എ ടൈം ഐ വാസ് ലൈക്ക് ഇല്ല അതൊന്നും നടക്കുന്ന പ്രശ്നങ്ങളേ ഇല്ല. ഇറ്റ്സ് ലൈക്ക് ഓ കം ഓൺ, ഐ മീൻ ഇറ്റ്സ് ബൈബിളിൽ പറയുന്നതും ജീസസ് പറയുന്നതും എല്ലാം ആണെങ്കിലും ഐ മീൻ ഈ സെന്റൻസ്, അദ്ദേഹം പറഞ്ഞ സെന്റൻസ്, ആസ് ഐ ലവ് യു, യു ലവ് എവറിബഡി, ഡെഫിനറ്റ്ലി വി ഹവ് ഹേർഡ് ഇറ്റ് മെനി ടൈംസ്. അതിങ്ങനെ ഇങ്ങനെ കുറച്ച് തലയുടെ ഇച്ചിരി മുകളിൽ കൂടെ പോയിട്ടുണ്ട്. ഇൻ ദ സെൻസ് അതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ maybe we were never able to how to open yourself up to somebody and love like that and do like that, love like God wants us to. അത് നടക്കുമോ? ഞാൻ അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ ഓൾറെഡി തീരുമാനിച്ചു അതൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാണ്. Then I started reading and the explanation that he has given very beautifully derive ചെയ്ത് എവിടുന്നാണ് ജീസസിന്റെ മനസ്സിൽ എന്താണ് ഉണ്ടായത്, how did he bring it, and how did he finally show the world that he's not just speaking about it, he's living that. He showed or evidence pole അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ തന്നിട്ട് to save humanity he did that. So അവിടെ വരെയൊക്കെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, I mean it's like if he can do so much, we should be able to at least love everybody എന്നുള്ളത് എത്രത്തോളം പറ്റുന്നറിയില്ല, but at least to understand someone is something that all of us can definitely do. But when you love someone, and അതിനകത്തൊരു ഡിസ്ക്ലെയിമർ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ തിരിച്ചൊന്നും കിട്ടാനില്ല, ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇതിനകത്തൊന്നും ചിലപ്പോൾ കിട്ടില്ല. ഭയങ്കര സ്നേഹത്തോടെയോ അല്ലെങ്കിൽ സ്നേഹം വിചാരിച്ച് നമ്മൾ ഫർഗെറ്റ് ഒക്കെ ചെയ്യുമ്പോഴും മറ്റേ ആൾക്ക് ഒരു വ്യത്യാസം വരണം എന്നില്ല. ദാറ്റ് ഇസ് എ റിസ്ക് ദാറ്റ് ഹാപ്പൻസ്. ബട്ട് ജനറലി ഇങ്ങനെയുള്ള നല്ല ചിന്തകളാണ് ഹ്യൂമാനിറ്റിയെ ഇവോൾവ് ചെയ്യാൻ സഹായിക്കുന്നത്. ലേറ്റർ കുറച്ചുപേര് ചെയ്തു വരുമ്പോഴത്തേക്കും ദാറ്റ് ബിക്കംസ് എ മൂവ്മെന്റ്. ജീസസ് തുടങ്ങിയ ഒരു മൂവ്മെന്റ് ആണ് ഇന്ന് ലോകം മുഴുവനുള്ള ക്രിസ്ത്യാനിറ്റി, ആ ഒരു റിലീജിയനും ആ ഒരു ഫെയ്ത്തും ഒക്കെ പറയുന്നത്. അതുപോലെ തന്നെ ഇഫ് ഈച്ച് ഓഫ് us can have that little bit of love, അത് മനസ്സ് തുറന്ന് വേറൊരാൾക്ക് വേണ്ടി നമ്മുടെ സെൽഫിഷ്നെസ് മാറ്റി വെച്ച് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് വേൾഡ് ക്യാൻ ബി എ മച്ച് ബെറ്റർ പ്ലേസ്. ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരുന്നു വെരി വെൽ ടച്ച്ഡ് മീ എ ലോട്ട്. കൺക്ലൂഡ് ചെയ്യുന്നുണ്ട് പലതും. കൺക്ലൂഷൻ വാസ് ലൈക്ക് അച്ഛൻ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന്, ഡിസിഷൻ എടുക്കാൻ പഠിപ്പിച്ചു. രണ്ട്, God let God tell you what his will for you is.
എങ്ങനെ ചെയ്യണം, എങ്ങനെ കണ്ടുപിടിക്കണം. ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ രാത്രി കിടന്ന് പ്രയറിന്റെ അവസാനം അദ്ദേഹം പറയുന്നത്, ഗോഡ് ടെൽ മീ വാട്ട് യുവർ വിൽ ഫോർ മീ ഈസ്, ആൻഡ് ദെൻ ഹി ടെൽസ് us ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഈ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ജനറൽ ഡിറക്ഷനാണ്. ഫോളോ ദീസ് ആൻഡ് ജനറൽ ഡിറക്ഷൻ നമ്മുടെ ജീവിതത്തിന്റെ കറക്റ്റ് ആണ്. അതിനുശേഷം ഈച്ച് ടൈം എനിക്ക് സ്പെസിഫിക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഗോഡിന്റെ അടുക്കൽ. ആ ഫ്രണ്ട് എങ്ങനെയാണ്, ഞാൻ ഈ ജോലിക്ക് പോകണം, ഞാൻ ഇത് ചെയ്യണം, ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ഗോഡിനോട് ചോദിക്കുമായിരുന്നു. ദാറ്റ് ഈസ് യുവർ പേഴ്സണൽ കണക്ഷൻ വിത്ത് ഗോഡ്. ആൻഡ് ഐ എം എ പേഴ്സൺ who really has that or believe that I have that. I'm a deeply spiritual person. അപ്പോ one liner here, I had a child quite late and conceive ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പോകുന്ന ഒരു സ്റ്റേജ് വന്നു. അന്ന് ഐ റിമെമ്പർ ഞാൻ ഈശ്വരനെ ത്രെട്ടൺ ചെയ്തു, എനിക്ക് തന്നിട്ട് തിരിച്ചെങ്ങാനും എടുത്താ ഇത് പറ്റില്ല കേട്ടോ, ഐ വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം, നൗ യു ഹാവ് ഗിവൺ മീ എ ചൈൽഡ്, ഡോണ്ട് യു ഡെയർ ടേക്ക് ഇറ്റ് ബാക്ക്. ആൻഡ് യു വുഡ് നോട്ട് ബിലീവ്, ആഫ്റ്റർ ദാറ്റ് I was lying on a hospital bed praying, but then not a drop of blood was after that, not one drop after that. And I got that child, എന്റെ മോള്. പക്ഷെ ആ ഒരു സമയത്ത് it was like he was my friend or I don't know, I didn't see him as God, I just saw him as somebody who has someone and who's there for you. So a personal connect with God, once you have tasted that, അത് പിന്നെ ഒരു രക്ഷയില്ല, പിന്നെ you are hooked, it is much more how do you say, it is much more potent than any drug, then you want to go back to that connection. അപ്പൊ അങ്ങനെ പറഞ്ഞു നിർത്തുന്നു. എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, the way he wrote was he was speaking to you who's sitting in front of you, who's reading that book. അത് ഡയലോഗാണ്, തോന്നിയിട്ടില്ലേ? അത് ഡയലോഗാണ്, അതൊരു ഇതിൽ എഴുതിയതല്ല. പല പ്രാവശ്യം ഡോണ്ട് യു തിങ്ക്, ഓക്കെ, ആൻഡ് ഹി റൈറ്റ്സ് ദറ്റ് ആൻസർ ഓൾസോ. നമ്മൾ പറഞ്ഞു എന്ന് ഗസ് അങ്ങനെ അസ്യൂം ചെയ്തിട്ട് ഹി റൈറ്റ്സ് ദറ്റ് ആൻസർ. ആൻഡ് മെനി ടൈം യു സീ നോ, യു ആർ interacting with that book physically. I found myself interacting, laughing with his book. And his dry wit, അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യൂറോപ്യൻസിന്റെ അല്ലെങ്കിൽ അമേരിക്കൻസിന്റെ ഇംഗ്ലീഷിന്റെ ആൾക്കാരുടെ ആ ഡ്രൈ വിറ്റ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ കുറച്ച് ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളെ കീപ് യു ചക്ലിംഗ്, കീപ് യു ലാഫിങ്. അങ്ങനെ ഒരു വളരെ നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടായിരുന്നു. ആൻഡ് ഐ വാസ് തിങ്കിങ്, ഇതൊരു ലൈഫ് ചേഞ്ചിങ് സാധനമാണ്, ലൈഫ് ചേഞ്ചിങ് ആണ് നമ്മളിത് ശരിക്കും പ്രാക്ടിക്കൽ ആക്കിയാൽ. ആൻഡ് ഐ ഓൾറെഡി സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. പലയിടത്തും ഞാൻ പോസ് ചെയ്യാം, എനിക്ക് മുഴുവൻ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ പോസ് ചെയ്തിട്ട് ഐ ട്രൈ ടു തിങ്ക് ഇവിടെ ഏത് ക്വസ്റ്റ്യൻ ആണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് ഞാൻ ആലോചിച്ചു. ഇത്രയും ആയിട്ടുള്ളൊരു സാധനം, ഇത്രയും പൊട്ടന്റ് ആയിട്ടുള്ളൊരു സാധനം, he said it in a very nice way. Yes, in so many 138 pages. അത് വളരെ ലൂസിഡ് ആയിട്ട്, വളരെ ക്ലിയർ ആയിട്ട് കോണ്ടെക്സ്റ്റും തന്ന്, how could he do that? I'm just in awe of that, and I thoroughly love this book. പ്രചോദനയോട് വളരെ വളരെ നന്ദിയുണ്ട്, എനിക്ക് അതിനൊരു അവസരം കിട്ടിയത്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ശരിക്കും പറഞ്ഞാണ്ടല്ലോ, നമ്മൾ ചില ബുക്കുകൾ, അതായത് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കുമ്പോഴാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണേന്ന് പറയുന്നത്. അപ്പോ ആക്ച്വലി സ്പീക്കിംഗ്, അതായത് ഈ 57 ബുക്ക് നമ്മള് എത്തി നിൽക്കുകയാണല്ലോ. ദൈവമേ, ഈ ബുക്ക് വായിക്കാൻ ഒരു അവസരം കിട്ടിയാലോ എന്ന് തോന്നിപ്പോയി നിങ്ങൾ 3 പേരുടെ ഓഡിയോ കേട്ടപ്പോ. കാരണം നമ്മൾ വായിക്കും, നമ്മളത് കൃത്യമായിട്ട് നമ്മൾ നിങ്ങളുടെ ഓഡിയോസ് കേൾക്കും. ഈ പറഞ്ഞ പോലെ ഈ നമ്മൾ ആ ബുക്ക് വായിക്കുമ്പോ വി ആർ ഇന്ററാക്ടിങ് വിത്ത് ദാറ്റ് ഓഥർ എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ മാഡം പറഞ്ഞ പോലെ നമ്മളത് എഴുതി വെച്ച് കൃത്യതയോടെ നമ്മുടെ ബുക്ക് ക്ലബിന് വേണ്ടി ചെയ്യുമ്പോണ്ടല്ലോ, ഇപ്പൊ ഇതിൽ ഓരോ മെമ്പേഴ്സും അതെ, ഈ 57 ബുക്ക് അല്ലെങ്കിൽ 58 ബുക്കിലൂടെ കടന്നു പോയിട്ടില്ലെങ്കിലും നമ്മൾ ബ്രീഫ് ചെയ്ത ബുക്കിനോടൊരു ചെറിയൊരു വാത്സല്യം കൂടുതൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ചെറിയ ഒരു എന്താ പറയണേ അസൂയാന്ന് വേണമെങ്കിൽ പറയാം കൂടി ഉണ്ടായിരുന്നു ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും. യെസ്, ഡെഫിനറ്റ്ലി. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ലൈവായിട്ട് ഷൗക്കത്ത് സാറിന്റെ ഒരു സെഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയപ്പോ പറയുണ്ടായി, അതായത്
പണ്ട് ജീസസ് ക്രൈസ്റ്റ് ഉണ്ട്, ബുദ്ധനുണ്ട്, ഗാന്ധി ഉണ്ട്, അങ്ങനെ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ എന്ന്. ഇന്നത്തെ കാലഘട്ടം കുറച്ചും കൂടി ബെറ്റർ ആണെന്നാണ് പറയണത്. ഇപ്പൊ ഒരുപാട് ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. കാരണം പോസിറ്റീവ് കമ്മ്യൂൺ ഉണ്ട്. ഇപ്പൊ ജോസ് സാർ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞാണ്, അതായത് പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന്റെ ഒരു സെഷൻ ആയിരുന്നു ഞാൻ അന്ന് അറ്റൻഡ് ചെയ്യാൻ പോയത്. അപ്പൊ അന്ന് ഷൗക്കത്ത് സാർ പറഞ്ഞ ഒരു സെന്റൻസ്, പണ്ട് ഇങ്ങനെയുള്ള ഒരു അതായത് പോസിറ്റിവിറ്റിക്ക് വേണ്ടി ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ആലോചിക്കാനും കൂടി ഉണ്ടായിരുന്നില്ല. അന്ന് ഇത്രയധികം യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ഇപ്പൊ യുദ്ധങ്ങൾ കുറവുള്ള കാലഘട്ടം. അത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഇറ്റ് ഇസ് മച്ച് ബെറ്റർ ദാൻ എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്ക് അതെ. അപ്പോ നമ്മുടെ പ്രചോദന ബുക്ക് ക്ലബിലൂടെ ഒരുപാട് പേരിലേക്ക്, ഇപ്പൊ സിന്ധു മാം പറഞ്ഞ പോലെ ഇതിൽ ഒരാശയായിരിക്കാം നമ്മൾക്ക് ഒരുപാട് പേരിലേക്ക്, അതായത് ഇതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷനും കൂടി ഇൻവോൾവ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ പറയണത് അല്ലെ. സംതിങ് സ്റ്റേസ് വിത്ത് അസ്. അത് നമുക്ക് ഒരുപാട് പേരിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഇത്രയും മനോഹരമായിട്ട് എലിസബത്ത് ആണെങ്കിലും അത് രഞ്ജിനി ചേച്ചി ആണെങ്കിലും അത് സിന്ധു മാമും അതെ വളരെ ഭംഗിയായിട്ട് നമ്മളിലേക്ക് അത് എത്തിച്ചു തന്നു. ഇത് പറഞ്ഞപ്പോ ജോസ് തച്ചിൽ സാർ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. ഓവർ ടു യു സർ. സർ മ്യൂട്ടാണ്. ഞാൻ ആക്ച്വലി ബസ്സിലാണ് കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുക പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഒരു സ്റ്റേറ്റ് പരിപാടിക്ക്. അപ്പൊ സിന്ധുമാം അടിപൊളിയായിട്ട് പറഞ്ഞു, വളരെ മനോഹരമായിരുന്നു, വളരെ നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് വളരെ പ്ലസന്റ് ആയിട്ട് പ്രസന്റ് ചെയ്തു. അപ്പൊ അതിനകത്ത് അൺകണ്ടീഷണൽ ലവ് എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. അൺകണ്ടീഷണൽ ലവ് എന്നുള്ളൊരു കൺസെപ്റ്റ് യേശു പഠിപ്പിച്ചെന്ന് സിന്ധു മാഡം പറഞ്ഞല്ലോ. അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുമ്പോഴേക്കും പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പാടാണെങ്കിലും നമ്മുടെ ജീവിതത്തില് നമ്മളത് അൺകണ്ടീഷണൽ ലവ് പ്രാവർത്തികമാക്കി കഴിയുമ്പോ അതർ പേഴ്സൺ അപ്പൊ തന്നെ മാറണമെന്നില്ല. പക്ഷെ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ അറിയാതെ ഒരു ചേഞ്ച് വരും, ഉറപ്പാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് പറയായിരുന്നു. എന്റെ ജീവിതത്തിൽ വളരെ പ്രാവർത്തികമാക്കിയിട്ടുള്ള സംഗതിയാണ് ഒത്തിരി മേഖലകളില്. വളരെ സന്തോഷമുണ്ട്. ഞാൻ ആക്ച്വലി ബസ്സിൽ ഇങ്ങനെ, ഈ ബസ്സിൽ ഇപ്പൊ ആരും ഇല്ല, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കാം. ഞാൻ മാത്രമേ ഇതിനകത്ത് ഇരിപ്പുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ അവിടെ ചിലവ് വേറൊരു ബസ്സിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് പറയണത്. അല്ലെങ്കിൽ ഞാനിങ്ങനെ പോയി തൊട്ടിരിക്കായിരുന്നു പറയായിരുന്നു. അപ്പൊ വളരെ സന്തോഷമുണ്ട്. ആലിസ് മാഡം എല്ലാവരും ഇതിനകത്ത് ഡോക്ടർ ഉഷ എനിക്ക് കുറെ മെസ്സേജ് ഇട്ടുണ്ട്. ഞാൻ വേഗം കയറി. അപ്പൊ ആലിസ് മാഡത്തിന്റെ അവസാന മെസ്സേജ് കേട്ടു. അങ്ങനെയാണ് ഞാൻ ഓർത്തത്. സത്യത്തിൽ ഞാൻ അല്ലെങ്കിൽ ഓർക്കൂലായിരുന്നു. ഏതായാലും നല്ല കാര്യം, അടിപൊളിയായിട്ടുണ്ട്. സിന്ധു മാഡത്തിന് പ്രത്യേകം കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. ആൻഡ് ഓഫ് കോഴ്സ് ഇനി അടുത്ത മാസത്തെ ബുക്കിന്റെയും കൂടെ ഒരു സെന്റൻസ് പറയാണ്. ആക്ട് ലൈക്ക് എ ലേഡി, തിങ്ക് ലൈക്ക് എ മാൻ. ഇതിന്റെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ ശേഷം വളരെ എന്താ പറയണേ, നമ്മള് ഇതിലും നമ്മളെന്താ സിനിമയുടെ ത്രില്ലർ സിനിമയിലാണ് നമ്മളിങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കില്ലേ, അതേപോലെയാണ്. കാരണം ഇതിന് തുടക്കത്തെ 2 ഭാഗം വായിക്കുന്നത്, ഇൻട്രൊഡക്ഷൻ വായിക്കുന്ന ആലിസ് മാഡും സെക്കൻഡ് പോർഷൻ വായിക്കുന്ന റസീന മാഡും ആണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും, അതായത് നമ്മളൊരു സിനിമയുടെ ഒരു ട്രെയിലർ കാണിക്കുന്ന പോലെ ആദ്യത്തെ 2 വ്യക്തികളുടെ പേര് പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ഈ 58ാമത്തെ ബുക്ക് 57ാമത്തെ ബുക്കിന്റെ ഡിസ്കഷൻ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അതിന്റെ കൺക്ലൂഷൻ നോട്ട് പറയാനായിട്ട് ആലിസ് മാമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. ഓവർ ടു യു മാം. ഉഷ, ഞാൻ ഒരിക്കൽ ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാനൊന്ന് ചോദിച്ചോട്ടെ ആലിസ് മാം ഒന്ന്. ഓക്കെ, എനിക്ക് ഈ ബുക്ക് അയച്ചപ്പം നിങ്ങളിപ്പോ പറഞ്ഞത് ഇന്റർപ്രറ്റ് ചെയ്തേക്കും. എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ, ഒരു കൺഫ്യൂഷൻ ആണേ. നമ്മുടെ കോൺഷ്യൻസ് അല്ലെങ്കിൽ നമ്മൾ ഈ വരുന്ന ടെൻഷനെ അഡ്രസ് ചെയ്യണമെന്ന് നമ്മൾ ഈ ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോഴാണല്ലോ നമ്മൾ കുറച്ചും കൂടെ ഒരു ബ്രേക്ക് ഇട്ടിട്ട് ഡിസിഷൻസ് എടുക്കുക. അത് പക്ഷെ നമ്മൾ പേഴ്സണൽ മോട്ടിവേഷൻ ക്ലാസ്സിലൊക്കെ ചിലപ്പോൾ എൻ്റെ നോളജ് ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ എപ്പോഴും പറയുന്നത് നമുക്കൊരു ഫിയർ വരും, പക്ഷെ ബ്രേക്ക് ഇറ്റ്, ഡോണ്ട് ലിസൺ ടു ദാറ്റ് വോയിസ് ദാറ്റ് ഈസ് ഹോൾഡിങ് us ബാക്ക്. അല്ലെ, നമ്മള് മുന്നോട്ട് പോകണം, നമ്മൾ നല്ല തീരുമാനം എടുക്കണം. അപ്പോൾ ആ ഒരു ഫിയറിനെ നമ്മളെ ഓവർ പവർ ചെയ്യാൻ അനുവദിക്കരുതെന്നാണ് പറയുന്നത്. അപ്പോഴത്തെ ഇപ്പൊ ഓവർലി സ്റ്റിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് എപ്പോഴും നമ്മുടെ യങ്സ്റ്റേഴ്സ്, ഈവൻ നമ്മൾ പോലും ചുറ്റും എപ്പോഴും go do it, you are your own story writer, go world will tell this that എന്നൊക്കെ പറഞ്ഞിട്ട് ആരും പറയും മുന്നോട്ട് പോവുക, നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ എങ്ങനെയാണ്, how do we filter and then how do we make the right choice? പ്രത്യേകിച്ച് ഇത്രയും സ്റ്റിമുലേഷൻ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളും ഒരു ജീവിതത്തിന്റെ ഓട്ടത്തിലാണ്.
നമ്മൾ വലിയ തെറ്റൊന്നും അല്ല ചെയ്യുന്നത്, പക്ഷെ നമ്മൾ അതിനോട് അങ്ങനെ ഒരു മോട്ടിവേഷൻ വരുമ്പം വി ആർ ആക്ച്വലി വി മൈറ്റ് നോട്ട് ഡു 100% ഒരു കോൺഷ്യൻസ് ക്ലിയർ ആയിട്ടുള്ള കാര്യമായിരിക്കും നമ്മൾ എടുക്കുക. നമ്മൾ നമ്മളെ തന്നെ വി പുട്ട് അവർ സെൽസ് ഫസ്റ്റ് ആൻഡ് മേക്ക് എ ഡിസിഷൻ അക്കോർഡിംഗ്ലി, റൈറ്റ്? അപ്പോൾ കാരണം ദർ ഈസ് ഓൾവേസ് എ റീസൺ, ബിക്കോസ് ദാറ്റ് ഈസ് ഹൗ ഇറ്റ് ഈസ്. അല്ലെങ്കിൽ നമ്മൾ അതിനെ അങ്ങനെ പുറകോട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളതുണ്ട്. പക്ഷെ ഇഫ് യു റീഡ് ദിസ് ബുക്ക്, നമ്മൾ പറയുന്നത് ശരിക്കും ഇതുവരെ സിന്ധു മാമ എല്ലാവരും രഞ്ജിനി മാമ ഒക്കെ പറഞ്ഞതുപോലെ നമ്മൾ 100% കോൺഷ്യൻസ് ക്ലിയർ ആകുമ്പോഴത്തേനും വി ഹാവ് ടു പുൾ ബാക്ക്. നമ്മൾ ഇരുന്ന് കുറച്ചും കൂടെ കൈൻഡ്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ചിലപ്പോൾ നമുക്ക് എപ്പോഴും 100% ഓക്കെ ആയിരിക്കണം എന്നില്ല, നമുക്ക് കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിരിക്കും ആ ഡിസിഷൻസ് നാവിഗേറ്റ് ചെയ്യാൻ. ബട്ട് വി എൻഡ് അപ്പ് ഡൂയിങ് ദ ബെസ്റ്റ്, ദ മോസ്റ്റ് പ്യുവർ ഡിസിഷൻസ്, റൈറ്റ്? എങ്ങനെയാണ് ആ ഒരു രണ്ട് ഇത് തമ്മിലുള്ള ആ ഒരു ഫേസ് യുവർ ഫിയേഴ്സ്, ബ്രേക്ക് ഇറ്റ്, ഇഗ്നോർ ഇറ്റ്, ഗോ അവേ, ഗോ അഹെഡ് എന്ന് പറയുന്നതും നോ, ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, പേ അറ്റൻഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഡേവിഡ് ഒക്കെ ചെയ്തതുപോലെ അദ്ദേഹത്തിനെ ലോകത്തിൽ ഉയർത്തി വിടുവാമായിരുന്ന ഒരു ഡിസിഷന് ദർ വാസ് നത്തിങ് റോങ്, ബിക്കോസ് ദേ വർ ഇൻ എ ചേസ് ഫോർ ഈച്ച് അതർ, ദേ വർ ഇൻ എ വാർ. അപ്പൊ അതിനകത്ത് ദർ വാസ് ഓൾവേസ് ദ ജസ്റ്റിഫിക്കേഷൻ. പക്ഷെ എങ്ങനെയാണ് ആ ഒരു നമ്മുടെ ഫിയറിനെ ഫേസ് ചെയ്യാതെ നമ്മളെ തന്നെ നമ്മുടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ മിസ് ചെയ്യുവാണോ, എങ്ങനെയാണ് ആ ഒരു എന്നാ പറഞ്ഞ ആ ഒരു ഫിൽറ്റർ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ചോദിക്കാൻ. ഐ എം സോറി, ഞാൻ ഡിലേ ആക്കുന്നുണ്ട്. ഇല്ല ഇല്ല, അത് ആലിസ് മാഡം കൃത്യമായിട്ട് പറഞ്ഞുതരും. ആണോ? നമ്മുടെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഒരു അതിപ്പോ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പറയണം എന്നുള്ളത്. പേ അറ്റൻഷൻ ടു യുവർ ഇന്നർ ടെൻഷൻ ഓർ ഇന്നർ വോയിസ് എന്നും കൂടി പറയാം നമുക്ക്. കാരണം നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു കേസ് പറയുമ്പോൾ അത് ശരിക്കും മനസ്സിലാവും. അപ്പൊ അവര് എന്നോട് പറഞ്ഞൊരു സെന്റൻസ് എന്ന് പറഞ്ഞാല്, മാഡം എനിക്കിത് വേണ്ട എന്ന് എൻ്റെ ഉള്ളിലിരുന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ബട്ട് ഐ ഗോ ഫോർ ഇറ്റ്. ഒരു ലവ് മാരേജ് ആണ്. അപ്പൊ ഞാൻ ചിന്തിച്ചില്ല, അത് എനിക്കിപ്പോ ഫെയിലിയർ ആയിട്ട് ഡൈവോഴ്സ് ആയിട്ട് വന്നതാണ്, ഡൈവോഴ്സ് കേസിന്റെ ഒരു വക്കീൽ വന്നിട്ട് വന്നതാണ്. അപ്പം ആ ഒരു ഇന്നർ വോയിസ് എന്തായിരുന്നു, ഞാൻ ചോദിച്ചു ആ ഇന്നർ വോയിസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് എപ്പോഴും നമ്മളൊരു ഇൻസിഡന്റ് ചോദിക്കും, എപ്പോഴാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയത്? കാരണം മാം ഞങ്ങള് വി വെയർ ഇൻ ലവ്, ഈ പുള്ളിക്കാരൻ ഞാൻ എവിടെയാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനിങ് ആണ് എപ്പോഴും. അല്ലെങ്കിൽ നീ എവിടെ പോയി, അല്ലെങ്കിൽ നീ ഇപ്പൊ എന്ത് ചെയ്യാണ്, പിന്നെ ഫോൺ എടുത്തില്ലെങ്കിൽ പുള്ളിക്കാരൻ ദേഷ്യം വരും. അപ്പൊ ഇങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോ ഞാൻ വിചാരിച്ചു ഇയാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഒരുപാട് നല്ല വശങ്ങൾ കണ്ടു. എന്റെ വീട്ടിൽ പറഞ്ഞു, അവിടെ സമ്മതിച്ചു, ഇവിടെ സമ്മതിച്ചു, അങ്ങനെ ഞാൻ ആ ഡിസിഷനിലേക്ക് പോയി എന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ ആ ഇന്നർ വോയിസിനെ ഒന്ന് ഇരുത്തി ചിന്തിക്കാമായിരുന്നെങ്കിൽ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. അതുപോലെ തന്നെയാണ് ഏത് കാര്യത്തിലും നമുക്ക് ആദ്യം പലപ്പോഴും എന്റെ അനുഭവത്തിലും വന്നിട്ടുള്ള കാര്യമാണ്. ആദ്യം ഒരു നോ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ചെയ്യണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അത് ആ നോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു തിങ്ക് ടോയ്സ് അല്ല, ത്രൈസ് അല്ല, കുറച്ച് നാൾ തിങ്ക് ചെയ്താലും കുഴപ്പമില്ല. അതാണ് ആ ഇന്നർ വോയിസ് അല്ലെങ്കിൽ ഇന്നർ ടെൻഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ടെൻഷൻ ഉണ്ടാവും, അത് നടത്തണ്ടോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാവും. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കുക. അല്ലെങ്കിൽ നമ്മൾക്ക് അത് പറ്റൂല്ലെങ്കിൽ നമ്മൾ വേറെ ആരെങ്കിലുമായിട്ട് നമ്മുടെ ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് നമുക്ക് വേറെ ആരോടും റിലേഷനിൽ പറയാൻ പറ്റൂല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ അതിന്റെ എക്സ്പേർട്ടിനെ സമീപിക്കുക. ഇങ്ങനെയുള്ള ഒരു ഡിലേ കൊടുക്കണം. നമ്മൾ ആ ഡിലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബെറ്റർ ഡിസിഷൻ എടുക്കാൻ പറ്റും. കാരണം എന്ത് ഡിസിഷൻ എടുത്താലും യു ആർ ദ ഓതർ ഓഫ് യുവർ ലൈഫ്. ആ ഡിസിഷൻ കഴിഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഇവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. യു ആർ ദ ഓതർ ഓഫ് യുവർ ലൈഫ്. അപ്പൊ നമ്മൾ ബെറ്റർ ഡിസിഷൻ എടുക്കുന്നത് ഇന്നർ വോയിസിനെ ഇന്നർ ടെൻഷനെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. എലിസബത്തിന് മനസ്സിലായി കാണുമോ എന്നറിയില്ല. എനിക്ക് മനസ്സിലായി. എനിക്ക് തോന്നുന്നത് ഒരു ഹേറ്റിലോട്ട് പോവരും എന്നുള്ളതാണ്. കാരണം ഞാൻ വിചാരിച്ചു ചിലപ്പോൾ നമ്മൾ അങ്ങനെ ഡിസിഷൻസ് നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യുമ്പോൾ സംടൈംസ് വി മിസ് ഔട്ട് ഓൺ ഡൂയിങ് അവർ ബെസ്റ്റ്, അല്ലേ? അപ്പൊ തന്നെ നമുക്ക് ചിലപ്പോൾ തോന്നും, അയ്യോ അതൊരു ബെസ്റ്റ് ആയിരുന്നു, ഒരു ബെസ്റ്റ് ആയിരുന്നു, നമുക്ക് നഷ്ടപ്പെട്ടല്ലോ എന്ന് തോന്നും. പക്ഷെ ഇൻ ദ ലോങ് റൺ നമുക്ക് തീർച്ചയായും ഫീൽ ചെയ്യും നമ്മൾ അതല്ലായിരുന്നു എടുക്കേണ്ടത്, ഇപ്പൊ എടുത്തതായിരുന്നു ശരി എന്നുള്ളത് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഫീൽ ചെയ്യും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ചെറിയൊരു ടെൻഷൻ വന്നാലും അതിനെ ഒരു അനാവശ്യ ഒരു ഇതായിട്ട് ചിന്തിക്കാതെ നമ്മളത് ബ്രേക്ക് ചെയ്യണമെങ്കിൽ പോലും തിങ്ക് ട്വൈസ് ഓർ ത്രൈസ് ബിഫോർ വി ഈവൻ ബ്രേക്ക് ഇറ്റ്. അത് നമ്മൾ ലിസൺ ചെയ്തോ ഇല്ലയോ, പക്ഷെ വാട്ട് എവർ വി ഡു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സിറ്റ് ഓൺ ഇറ്റ് എന്നുള്ളതാണ്. സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഓക്കെ, മനസ്സിലായി. ഒരു കല്യാണത്തിന്റെ കാര്യമാണെങ്കിൽ ഈവൻ ദ പ്രീവിയസ് ഡേ യു ടേക്ക് എ ഡിസിഷൻ, യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. അത്രയും സംഭവങ്ങൾ ഉണ്ടായല്ലോ എന്നുള്ളത് നമ്മുടെ ലൈഫ് കിടക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് കാര്യത്തിനും ഒരു ടെൻഷൻ നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇന്നർ വോയിസ് നമ്മളോട് പറയുകയാണ്, ദാറ്റ് ഈസ് ദ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്,
അല്ലെ, കോൺഷ്യസ്നെസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ അത്രയും സ്പിരിച്വലും അങ്ങനെയുള്ള ആൾക്കാർക്കായിരിക്കും ചിലപ്പോൾ അത് തോന്നുക. അപ്പൊ അത് തോന്നിക്കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയായാലും സിറ്റ് ബാക്ക് ആൻഡ് സെറ്റ് ബാക്ക്, അത് നമ്മൾ അതിനെ പറ്റി ചിന്തിക്കണം, നമ്മൾ എപ്പോഴും ചിന്തിക്കണം. അതെ അതെ, ആലിസ് മാഡം പറഞ്ഞ ആ പോയിന്റിൽ തന്നെയാണ് ഞാൻ പറയാൻ വരുന്നത്. നമ്മുടെ പ്രചോദനയുടെ വർക്ക്ഷോപ്പിൽ പറയുന്ന ഒരു കാര്യം, സെറ്റ് ബാക്സ് നമ്മുടെ ലൈഫിൽ വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് സിറ്റ് ബാക്ക് ചെയ്യണം, ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് പോകണം, എന്നിട്ട് അനലൈസ് ചെയ്യണം, സോ ദാറ്റ് വി ക്യാൻ ബൗൺസ് ബാക്ക്. സെറ്റ് ബാക്സ്, സിറ്റ് ബാക്ക്, സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ബൗൺസ് ബാക്ക്. ഓക്കെ. പിന്നെ എലിസബത്ത് പറഞ്ഞ ഒരു കാര്യം, നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം ചുറ്റും ഉള്ളവരെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. ദാറ്റ്സ് ഗുഡ് ആൻഡ് വെൽ. ബട്ട് നമ്മളൊരു ഡിസിഷൻ എടുക്കുമ്പം ചുറ്റുമുള്ളവർ മാത്രമല്ല, ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ഫോർ യു. അതൊന്നും ചെയ്യാറില്ല. അങ്ങനെയാണ് നമ്മൾ പ്രശ്നങ്ങളിലേക്ക് എത്തുന്നത്. ചുറ്റുമുള്ളവരെ മാത്രം, എന്റെ അച്ഛൻ പറഞ്ഞു, എന്റെ അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്ന ഓരോ ക്ലയന്റിന്റെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം അവര് ഡിസിഷൻ എടുത്തൊക്കെ തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുന്നത് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പലരും ഡിസിഷൻ എടുക്കുന്നത്. ലീസ്റ്റ് പ്രയോറിറ്റിയാണ് നമുക്ക് കൊടുക്കുന്നത്. അത് പറ്റില്ല. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. ചുറ്റുമുള്ളവരെ വേദനിപ്പിക്കണമെന്നല്ല പറയുന്നത്, നമ്മുടെ മനസ്സിലുള്ളത്. അത് കൺവിൻസ് ചെയ്യാൻ ചുറ്റും ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിലുള്ളവർ മാത്രം നമ്മൾ കൺവിൻസ് ചെയ്താൽ മതി. നാട്ടുകാരൊന്നും കൺവിൻസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ആ ചുറ്റുമുള്ളവർക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കരുത്. അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അവർക്ക് എന്ത് തോന്നും, അല്ലെങ്കിൽ ഹസ്ബൻഡിന് എന്ത് തോന്നും. അപ്പൊ റീസെന്റ് ഒരാൾ പറഞ്ഞതാണ്, അവർക്ക് സുഖമില്ല, അപ്പൊ അവര് മോളുടെ അടുത്താണ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ. അപ്പം നാട്ടുകാർ ചോദിക്കുന്നു പോലും, ഈ ഹസ്ബൻഡിനെ ഇവിടെ ഇട്ടിട്ട് അവർ ട്രീറ്റ്മെന്റിന് അല്ല വേറെ സ്ഥലത്ത് പോയി താമസിക്കുന്നത്. അപ്പൊ ഇവരെ നോക്കാൻ ആരുണ്ട് എന്ന് ആരും ചോദിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ ചുറ്റുമുള്ളവരെ മാത്രം നമ്മൾ നോക്കിയാൽ പോരാ, നമ്മളുടെ കാര്യം ആദ്യം നോക്കണം. ചുറ്റുമുള്ളവരെ അവോയ്ഡ് ചെയ്യണമെന്നല്ല അതിന്റെ അർത്ഥം. ചുറ്റുമുള്ളവരെ നമ്മൾ കണക്കാക്കണം. പക്ഷെ ദ സെൽഫ് ലവ് ഈസ് ദ ബെസ്റ്റ് ലവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകണം. പിന്നെ കണക്ഷൻ വിത്ത് ഗോഡ്, അതെപ്പോഴും നമുക്ക് ഒരു വേണ്ട കാര്യമാണ്. കണക്ഷൻ വിത്ത് ഗോഡ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കറക്റ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റുള്ളൂ. ചിലപ്പോൾ നമുക്ക് തോന്നും. പിന്നെ നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ പ്രതികരിക്കരുത്. ഇമ്മീഡിയറ്റ് പ്രതികരിക്കേണ്ട കാര്യങ്ങൾക്ക് പ്രതികരിക്കണം കേട്ടോ. പക്ഷെ ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രതികരിക്കണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് വൈസായിട്ട് നമ്മൾ വിസ്ഡം എന്ന് പറയുന്നത് എന്തോന്നാ? വിസ്ഡം എന്ന് പറഞ്ഞത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടിയ ഒരു കാര്യത്തെ വെച്ചിട്ടാണ് ഈ വിസ്ഡം ക്രിയേറ്റ് ചെയ്യുന്നത്. അല്ലാതെ വിസ്ഡം എന്ന് പറഞ്ഞാൽ അത് കൾട്ടിവേറ്റ് ചെയ്യുന്നതാണ്. കൾട്ടിവേറ്റഡ് ഫ്രം ദ പാസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ? ശരിക്കും ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് നോളജ് ഒന്നും അല്ല, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന് കൾട്ടിവേറ്റ് ചെയ്ത ഒരു സാധനമാണ് ഈ വിസ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ സമയം കൊടുക്കണം. അല്ലാതെ ഇതൊന്നും പെട്ടെന്ന് ഉണ്ടാവുന്ന കാര്യമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം, ഞാനിവിടെ ആ 5 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞത് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. 5 ക്വസ്റ്റ്യൻസ്, ആ ക്വസ്റ്റ്യൻസ് നമ്മളോട് തന്നെ കുറച്ച് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിസിഷനൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ പറ്റും. പക്ഷെ അത് യു ടേക്ക് ടൈം. ആരും നമ്മൾ നിർബന്ധിക്കണമെന്നില്ല ഇപ്പൊ തന്നെ ഒരു ഡിസിഷൻ എടുക്കണമെന്ന്. ഇപ്പൊ തന്നെ ഡിസിഷൻ എടുക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞാല്, ഇഫ് യു ഡോണ്ട് ഹാവ് ടൈം ടു വെയിറ്റ്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസിഷൻ എടുക്കണുള്ളൂ എന്ന് പറയാനുള്ള ആ കറേജ് അല്ലെങ്കിൽ ആ ക്ലാരിറ്റി, ആ 3 സീനെ പറ്റി പറഞ്ഞല്ലോ, ക്ലാരിറ്റി, കറേജ് ആൻഡ് 2 സി, ക്ലാരിറ്റി, കറേജ്, സ്നേഹം എന്ന് പറയുന്നത് ഈ ക്ലാരിറ്റിയോടുകൂടി നമുക്ക് പറയാനും സാധിക്കണം, കറേജിയസ് ആയിട്ട് പറയാനും സാധിക്കണം, സെൽഫ് ലവും അവിടെ ഉണ്ടാവും. സ്നേഹത്തോടുകൂടി സമാധാനമായിട്ട് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഇട്ടിട്ട് പോണ എന്ത് സംഗതിയാണെങ്കിലും പൊയ്ക്കോട്ടെ എന്ന് വെക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നമ്മൾക്ക് ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവില്ല. അല്ലാതെ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവും. കുറെ കഴിയുമ്പോൾ ഇത് വേണ്ടായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റ് നമുക്ക് ഉണ്ടാവും. അതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഉണ്ടായിട്ടും കാര്യമില്ല. യു ആർ ദ ഓതർ ഓഫ് യുവർ സ്റ്റോറി. നമ്മളെ ആരും നിർബന്ധിക്കുന്നില്ല. നിന്റെ സ്റ്റോറി വേറൊരു തരത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആരും നമ്മളോട് പറയണില്ല. നമ്മുടെ സ്റ്റോറി നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഞാൻ ഈ ഇരുന്ന് പറയുന്നതൊക്കെ ഇത്രയും എക്സ്പീരിയൻസിൽ നിന്നാണ് കേട്ടോ. എക്സ്പീരിയൻസ് ലോകം കുറെ ജീവിതം കണ്ടതുകൊണ്ട് മാത്രം, കുറെ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടും ഒക്കെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷെ ഇന്നത്തെ ജനറേഷന് അത് ഇതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യാൻ പറ്റും. അവർക്ക് അതിന് ചാൻസും ഒക്കെ ഉണ്ട്. നമുക്കൊന്നും ബുക്ക് വായിക്കാൻ കിട്ടണം. എന്ത് ബുക്കാണ് വായിക്കാൻ കിട്ടുന്നത്? ഇപ്പൊ എന്തെല്ലാം ബുക്കുകളാണ് വായിക്കാൻ കിട്ടുന്നത്?
അതുപോലെ തന്നെ കേൾക്കാൻ പറ്റും, നമുക്ക് ഒരുപാട് നല്ല ടോക്സ് കേൾക്കാൻ പറ്റും. അതിൽ നിന്നൊക്കെ നമ്മൾ എടുക്കാൻ ഉള്ള സാഹചര്യം അത് കുട്ടികൾക്കാണെങ്കിൽ നമുക്കത് പറഞ്ഞു കൊടുക്കാം. നമ്മളൊരു നല്ല പോഡ്കാസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ കുട്ടികൾക്ക് അത് സജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. താങ്ക് യു ഫോർ എല്ലാവരും നന്നായി വായിച്ചിട്ടുണ്ട്. നന്നായി വായിച്ചു. ഞാൻ ഓഡിയോ മാത്രമാണ് കേട്ടോളൂ. ഇനി ഒന്നുകൂടി കേൾക്കണം. നിങ്ങളുടെ ഓഡിയോ എല്ലാം ഒന്നും കൂടി കേൾക്കാനിരിക്കാൻ ഞാൻ. കാരണം എലിസബത്ത് ഒക്കെ വായിച്ചാല് രഞ്ജിനി എല്ലാവരും ഒന്നുമല്ല, സിന്ധു മാം ഒക്കെ എല്ലാം പറഞ്ഞിരിക്കുന്നതൊക്കെ ഫാക്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി ഓൺ എക്സ്പീരിയൻസ് കൂടി ആഡ് ചെയ്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്നും കൂടി കേട്ടിട്ട് ഒന്ന് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. ഇവിടെ ആരോ സിന്ധു മാം ഒന്ന് പറഞ്ഞു, ഇതൊരു ക്ലാസ് എടുക്കാൻ പറ്റിയ ബുക്കാണ്. ശരിക്കും ഇതിന്റെ ഒരു ഈ ടോപ്പിക് വെച്ചിട്ടൊന്നും ക്ലാസ് എടുക്കണ്ട. നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഇതിന്റെ എല്ലാം നമ്മുടെ ഉള്ളിൽ വരും. അപ്പൊ നമ്മൾ അത് ഒന്നും കൂടി നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഞാൻ വായിക്കാനെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു എല്ലാവരും. യെസ്. സോ വിത്ത് ദാറ്റ് നോട്ട് നമ്മള് അടുത്ത ബുക്കില്, അതായത് ആക്ട് ലൈക്ക് എ ലേഡി തിങ്ക് ലൈക്ക് എ മാൻ എന്താണെന്നുള്ള ക്യൂരിയോസിറ്റിയോട് കൂടി വിട പറയുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.